ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് തൊട്ട് മുമ്പ് അപ്ലോഡ് ചെയ്ത വൈവിധ്യങ്ങളുടെ ഇന്ത്യ എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ കണ്ടിന്യൂവേഷൻ ആണ് പറയാൻ പോകുന്നത്. ഫസ്റ്റ് ക്ലാസ് കണ്ടവർക്ക് തന്നെ മനസ്സിലാകും, ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു പാഠഭാഗമാണ്. ആൻഡ് ഇത് ഇപ്പം നിലവിലുള്ള ടെക്സ്റ്റ് ബുക്കിലുള്ള പാഠമല്ല, ഇതിനു മുമ്പ് ഉണ്ടായിരുന്ന പാഠപുസ്തകത്തിലുള്ളതാണ്. അപ്പോൾ PDF കയ്യിലില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ടെലിഗ്രാം ചാനലിൽ. ദ അൾട്ടിമേറ്റ് PSC എന്നാണ് ടെലിഗ്രാം ചാനലിൻ്റെ പേര്. ഓക്കെ അല്ലേ? അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ബാക്കി എന്താണ് പഠിക്കാനുള്ളതെന്ന് നോക്കാം അല്ലേ. ഉത്തരപർവ്വത മേഖലയും നദികളുമാണ് നമ്മൾ പഠിച്ചത്. ഇനി പറയാനുള്ളത് ഉത്തരമഹാസമതലമാണ്. ഉത്തരമഹാസമതലം. ഓക്കെ, എത്ര സംസ്ഥാനങ്ങളിലായിട്ടാണ് ഉത്തരമഹാസമതലം വ്യാപിച്ചു കിടക്കുന്നത് എന്നുള്ളതാണ് ആദ്യം തന്നെ ഇവിടെ കൊടുത്തിരിക്കുന്നത്. 7 ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലാണ് എന്ത് വ്യാപിച്ചു കിടക്കുന്നത്? ഉത്തരമഹാസമതലം വ്യാപിച്ചു കിടക്കുന്നത്. എത്രയാണ്? 7 ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ. ഏതൊക്കെയാണ് 7 ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ എന്ന് നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. രാജസ്ഥാനുണ്ട്, പഞ്ചാബ് ഉണ്ട്, രാജസ്ഥാന്, പഞ്ചാബ്, ഹരിയാന, പിന്നെ UP, ബീഹാർ, വെസ്റ്റ് ബംഗാൾ, അസം. ഈ 7 സംസ്ഥാനങ്ങളിലാണ് ഉത്തരമഹാസമതലം വ്യാപിച്ചു കിടക്കുന്നത്. ഏതൊക്കെയാടാ? രാജസ്ഥാന്, പഞ്ചാബ്, ഹരിയാന, UP, ബീഹാർ, ബംഗാൾ, അസം. ഓക്കെ അല്ലേ? 7 സംസ്ഥാനങ്ങൾ. ഇനിയോ ഇവിടെ കൊടുത്തിരിക്കുന്നുണ്ട്, ഇന്ത്യയിൽ ഉത്തരമഹാസമതലത്തിന് വേറെ പിന്നെയും ഒരു 4 ക്ലാസിഫിക്കേഷൻസ് ഉത്തരമഹാസമതലത്തിന് വരുന്നുണ്ട്. ഏതൊക്കെയാണ്? 1 പഞ്ചാബ് ഹരിയാന സമതലം, 2 മരുസ്ഥലി ഭാഗർ സമതലം, 3 ഗംഗാ സമതലം, 4 ബ്രഹ്മപുത്ര താഴ്വര. ഏത് നദിയുടെ അടിസ്ഥാനത്തിലാണോ ഈ സമതലം ഉണ്ടാവുന്നത് അതിന്റെ ബേസ് ചെയ്തിട്ടാണ് ഈ ക്ലാസിഫിക്കേഷൻസിന് പേര് കൊടുത്തിരിക്കുന്നത്. ഓക്കെ അല്ലേ? ഈ 4 സമതലങ്ങളിൽ ഏറ്റവും വലുത് അത് ഗംഗാ സമതലമാണ്. ഏതാണ്? ഏറ്റവും വലുത് ഗംഗാ സമതലമാണ്. ഓക്കെ, ഇനിയും ഇവിടെ കണ്ടോ, നമ്മൾ സമതലത്തിന്റെ പേര് പഠിച്ചു. അപ്പോൾ ഏത് നദികൾ കാരണമാണ് ആ സമതലം ഉണ്ടായത് എന്നുള്ളത് ഈ ബോക്സിനകത്ത് കൊടുത്തിട്ടുണ്ട്. ആദ്യം പറഞ്ഞ പഞ്ചാബ് ഹരിയാന സമതലം സിന്ധു നദിയും പോഷക നദികളും കാരണമുണ്ടാവുന്നതാണ്. എന്താണ്? സിന്ധു നദിയും പോഷക നദികളും കാരണമുണ്ടാവുന്ന സമതലമാണ് പഞ്ചാബ് ഹരിയാന സമതലം. ലൂണി സരസ്വതി നദികൾ കാരണമുണ്ടാവുന്നതാണ് രാജസ്ഥാനിലെ മരുസ്ഥലി ഭാഗർ സമതലം. ഗംഗാ നദിയും പോഷക നദികളും ചേർന്നാണ് ഗംഗാ സമതലം ഉണ്ടാവുന്നത്. ബ്രഹ്മപുത്രയും പോഷക നദികളും ചേർന്നാണ് അസമിലെ ബ്രഹ്മപുത്ര സമതലം ഉണ്ടാവുന്നത്. ഓർക്കാൻ വളരെ എളുപ്പമാണ്, നമുക്കറിയാവുന്ന കാര്യമാണ്. പഞ്ചാബ് ഹരിയാന സമതലം സിന്ധുവും പോഷക നദികളും അല്ലേ. പഞ്ചാബ് ഹരിയാന ഏത് ഭാഗത്തോട്ടാ? പടിഞ്ഞാറ് ഭാഗത്തോട്ടല്ലേ. നമുക്കറിയാം, പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ഹിമാലയൻ നദി ഏതാണെന്നാണ് നമ്മൾ പഠിച്ചത്. പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ഹിമാലയൻ നദി ഇൻഡസ് അഥവാ സിന്ധു ആണെന്നല്ലേ നമ്മൾ പഠിച്ചത്. അപ്പോൾ ആ സിന്ധുവും പോഷക നദികളും കാരണമാണ് പഞ്ചാബ് ഹരിയാന ഉണ്ടാവുന്നത്. ബാക്കി രണ്ടും പിന്നെ പേരിൽ തന്നെ കിട്ടൂലേ. മരുസ്ഥലി ഭാഗർ രാജസ്ഥാനിലുള്ളത്, അവിടെ പണ്ടുണ്ടായിരുന്ന ലൂണി എന്ന് പറയുന്ന നദിയും സരസ്വതി നദിയും ചേർന്നാണ് ഗംഗാ സമതലം, ഗംഗാ നദിയും ബ്രഹ്മപുത്ര സമതലം, ബ്രഹ്മപുത്ര നദിയും കാരണം ഉണ്ടാവുന്നതാണ്. ഓക്കെ അല്ലേ? നമ്മൾ ഹിമാലയം ഉണ്ടായത് എങ്ങനെയാണെന്നുള്ളത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു അല്ലേ. ഇന്ത്യൻ ഫലകവും യൂറേഷ്യൻ ഫലകവും തമ്മിൽ കൂട്ടിമുട്ടി അതിനിടയിൽ ഉണ്ടായിരുന്ന തെതിസ് എന്ന് പറയുന്ന നദിയുടെ അടിത്തട്ട് മറിഞ്ഞാണ് എന്തുണ്ടായത്? ഹിമാലയം ഉണ്ടായതെന്ന് പറഞ്ഞു. ഈ ഹിമാലയം ഉണ്ടായപ്പോൾ ഹിമാലയത്തിന് തെക്കായിട്ട് വളരെ വിശാലമായ ഒരു സമതലം രൂപം കൊണ്ടു. എന്താണ്? ഹിമാലയം ഉണ്ടായപ്പോൾ ഹിമാലയത്തിന്റെ തെക്കായിട്ട് വളരെ വിശാലമായ ഒരു സമതലം രൂപം കൊണ്ടു. ഈ സമതലത്തിലേക്ക് നമ്മൾ പറഞ്ഞ ഹിമാലയൻ നദികൾ ഒരുപാട് നിക്ഷേപണ പ്രവർത്തനങ്ങൾ നടത്തുകയും അതാണ് ഇന്നത്തെ ഉത്തര മഹാസമതലമായി മാറുകയും ചെയ്തത്. മനസ്സിലായില്ലേ? ഇനി ഇവിടെ നമ്മൾ പഠിക്കാനുള്ളത് ഉത്തര മഹാസമതലത്തിന്റെ വിസ്തൃതി എത്ര എന്നാണ്. അത് 7 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ്. ഉത്തര മഹാസമതലത്തിന്റെ വിസ്തൃതി എത്രയാടാ? 7 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഹിമാലയത്തിന്റെ വിസ്തൃതി പറഞ്ഞായിരുന്നു, അത് 5 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ്. ഇത് ഉത്തര മഹാസമതലം 7 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ് ഇവിടെയുള്ളത്. പിന്നെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ എക്കൽ സമതലമാണ് നമ്മളിപ്പോൾ പഠിച്ച സിന്ധു ഗംഗ ബ്രഹ്മപുത്ര സമതലം അഥവാ ഉത്തര മഹാസമതലം. എന്താണ്? ലോകത്തിലെ തന്നെ ഏറ്റവും വിസ്തൃതമായ എക്കൽ സമതലം. എന്താ എക്കൽ? നദികൾ കൊണ്ടുവന്ന് നിക്ഷേപിക്കുന്നതാണ് എക്കൽ എന്ന് പറയുന്നത് അല്ലേ. അപ്പൊ ആ എക്കൽ സമതലങ്ങളിൽ ലോകത്തിൽ തന്നെ ഏറ്റവും വലുതാണ് സിന്ധു ഗംഗ ബ്രഹ്മപുത്ര സമതലം അഥവാ ഉത്തര മഹാസമതലം. എക്കൽ സമതലം ആയതുകൊണ്ട് തന്നെ അവിടെ ഏറ്റവും കൂടുതൽ കാണുന്ന മണ്ണ് ഏതായിരിക്കും? അത് എക്കൽ മണ്ണാണ്. ഓക്കെ അല്ലേ?
അടുത്ത കാര്യത്തിലേക്ക് പോവാം. ഇനി ഇവിടെ ഇന്ത്യയുടെ ധാന്യപ്പുര എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ എന്താ പറയാ, പ്രീവിയസ് ഇയർ സെഷൻസ് കണ്ടോർക്കറിയാം ഈ ഭാഗത്ത് നിന്ന് എത്രത്തോളം ചോദ്യങ്ങൾ വന്നിട്ടുണ്ടെന്ന്. ഈ ഹെഡിങ് പോലും ചോദ്യമായിട്ട് വന്നതാണ്. ഏത് ഭാഗമാണ് ഇന്ത്യയുടെ ധാന്യപ്പുര എന്ന് വിളിക്കുന്നത്? ഏതാടാ? നമ്മളിപ്പോൾ പറഞ്ഞ ഉത്തര മഹാസമതലമാണ് ഇന്ത്യയുടെ ധാന്യപ്പുര എന്ന് വിളിക്കുന്നത്. ഏതാണ്? ഉത്തര മഹാസമതലം. ഈ ഉത്തര മഹാസമതലത്തിൽ ഒരുപാട് വൈവിധ്യമാർന്ന വിളകൾ കൃഷി ചെയ്യുന്നുണ്ട്. ഇവിടെ കൊടുത്ത കണ്ടില്ല, ഗോതമ്പ്, നെല്ല്, ചോളം, കരിമ്പ്, പരുത്തി, പയറുവർഗ്ഗം, ഇങ്ങനെ ഒരുപാട് വിളകൾ കൃഷി ചെയ്യുന്ന സ്ഥലമാണ് എന്ത്? ഉത്തര മഹാസമതലം. അതുകൊണ്ടാണ് അത് എന്തെന്നറിയപ്പെടുന്നത്? ഇന്ത്യയുടെ ധാന്യപ്പുര എന്ന് അറിയപ്പെടുന്നത്. ഇങ്ങനെ ഒരുപാട് വിളകളൊക്കെ കൃഷി ചെയ്യുമ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് ആളുകൾ അവിടെ താമസമാക്കില്ലേ? താമസമാക്കും. അതുകൊണ്ട് തന്നെ ലോകത്തിലെ തന്നെ ഏറ്റവും ജനനിബിഡമായ പ്രദേശങ്ങളിൽ ഒന്നാണ് ഉത്തര മഹാസമതലം. മനസ്സിലായോ? അതായത് വൈവിധ്യമാർന്ന വിളകളുണ്ട്, അപ്പൊ അതിനെ ചുറ്റിപ്പറ്റി ആൾക്കാരുടെ താമസം കൂടും. അപ്പോൾ ഒരുപാട് ജനനിബിഡമായ പ്രദേശമാണ് ഉത്തര മഹാസമതലം. പിന്നെയോ ആൾക്കാരുണ്ടാകുമ്പോൾ അവർക്ക് റെയിലും റോഡൊക്കെ വേണം. അപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റെയിൽ, റോഡ്, കനാൽ ശൃംഖല കാണപ്പെടുന്നത് എവിടെയാണ്? അത് ഉത്തര മഹാസമതലത്തിലാണ്. ഇപ്പൊ പറഞ്ഞ എല്ലാ പോയിന്റും ഇമ്പോർട്ടന്റ് ആണ്. ഇന്ത്യയുടെ ധാന്യപ്പുര എന്നറിയപ്പെടുന്ന ഉത്തര മഹാസമതലമാണ്. ഇന്ത്യയിൽ ജനനിബിഡമായ പ്രദേശങ്ങളിൽ ഒന്നാണ് ഉത്തര മഹാസമതലം. അവിടെയാണ് റെയിൽ, റോഡ്, കനാൽ ശൃംഖല ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത്. ഇനിയോ ഉത്തര മഹാസമതലം, നമ്മളിപ്പോ പറഞ്ഞ ഉത്തര മഹാസമുദ്രത്തിന്റെ പടിഞ്ഞാറേ ഭാഗം എന്താ നമ്മൾ പറഞ്ഞു? രാജസ്ഥാൻ മരുസ്ഥലി ഭാഗറാണ്. ഈ രാജസ്ഥാൻ മരുസ്ഥലി ഭാഗർ എന്ന് പറയുമ്പോൾ അവിടെ എന്താണ്? അവിടെ മരുഭൂമിയാണ് അല്ലേ? മരുഭൂമി ആയതുകൊണ്ട് തന്നെ ആ ഭാഗത്ത് മഴ വളരെ കുറവാണ്. ഉത്തര മഹാസമുദ്രത്തിന്റെ പടിഞ്ഞാറ് എന്താടാ? താർ മരുഭൂമിയാണ്. അതുകൊണ്ട് അവിടെ എന്ത് കുറവാണ്? മഴ കുറവാണ്. ഓക്കെ, താർ മരുഭൂമി പടിഞ്ഞാറേ വശത്താണ്. ഇതിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്നത് ജയ്സാൽമീർ എന്ന് പറയുന്നത് ഈ താർ മരുഭൂമിയിലാണ് എന്നാണ് പറയുന്നത്. ഇനി നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യം, എങ്ങനെയാണ് ഈ താർ മരുഭൂമി അല്ലെങ്കിൽ മരുസ്ഥലി ഭാഗം രാജസ്ഥാന്റെ ഭാഗത്ത് വന്നത് എന്ന് ചോദിച്ചാൽ അതിന് കാരണമായ രണ്ട് നദികളാണ് ലൂണി നദിയും സരസ്വതി നദിയും. ഏതൊക്കെയാണ്? ലൂണി നദിയും സരസ്വതി നദിയും. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു ഉത്തര മഹാസമുദ്രത്തിന്റെ നോർത്ത് ഭാഗങ്ങളിൽ, അതായത് ഒരുപാട് പിന്നെ ക്രോപ്സ് ഒക്കെ ഉണ്ടാക്കുന്ന, വിളകളൊക്കെ ഉണ്ടാക്കുന്ന ഉത്തര മഹാസമുദ്രത്തിന്റെ ആ പ്രദേശത്ത്, നമ്മുടെ മുകളിലോട്ട് വരുന്ന പ്രദേശത്ത് ഒരുപാട് വിളകളുണ്ട്, ആൾക്കാർ കൂടുതൽ താമസിക്കുന്നു, ഇന്ത്യയുടെ ധാന്യപ്പുര എന്ന് വിളിക്കുന്നു അല്ലെ. അതേ ഉത്തര മഹാസമുദ്രത്തിന്റെ പടിഞ്ഞാറേ വശത്ത് താർ മരുഭൂമിയാണ്. അവിടെ വെള്ളമില്ല, മഴയില്ല. അതുകൊണ്ട് എന്തായിരിക്കും? ആളുകളുടെ എണ്ണം, ജനവാസം വളരെ കുറവായിരിക്കും. പിന്നെയോ നമ്മൾ പറഞ്ഞു ഉത്തര മഹാസമുദ്രത്തിൽ കൂടുതലായിട്ട് കാണപ്പെടുന്ന മണ്ണ് എക്കൽ മണ്ണാണ് അല്ലെ. എക്കൽ സമതലമാണ്, അതുകൊണ്ട് എക്കൽ മണ്ണാണ്. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഈ രാജസ്ഥാൻ മരുഭൂമിയിൽ കാണപ്പെടുന്ന മണ്ണ് എന്താടാ? അതാണ് മരുഭൂമി മണ്ണ്. എന്താ മരുഭൂമി മണ്ണിന്റെ പ്രത്യേകത? അതിലവിടെ ഈർപ്പം ഒട്ടും ഉണ്ടാവില്ല, ലവണാംശം കൂടുതലായിരിക്കും. മരുഭൂമി മണ്ണിന് ഈർപ്പം ഒട്ടും ഉണ്ടാവില്ല, ലവണാംശം കൂടുതലായിരിക്കും. ഇനിയോ ഈ മരുഭൂമിയിൽ കാണപ്പെടുന്ന സ്വാഭാവിക സസ്യജാലങ്ങളാണ് മുൾച്ചെടികളും കുറ്റിക്കാടുകളും ഒക്കെ നമുക്കറിയാം അല്ലേ. ഓക്കെ, ഇനി രാജസ്ഥാനിൽ പ്രധാനമായിട്ട് കൃഷി ചെയ്യുന്ന വിളകൾ ഏതൊക്കെയാണ്? അത് ബജ്റ, ജോവർ എന്നിങ്ങനെയുള്ള മില്ലറ്റ്സ് ആണ്. ഓക്കെ, ജോവർ, ബജ്റ ഒക്കെയാണ് ഇവിടെ കൂടുതലായിട്ട് വിള ചെയ്യുന്നത്. എന്തുകൊണ്ടാ രാജസ്ഥാനിൽ ഇങ്ങനെയുള്ള വിളകൾ കൃഷി ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഈ വിളകൾക്ക് വളരെ കുറഞ്ഞ അളവിൽ മാത്രം ജലം മതി. അവിടെ വെള്ളം കുറവല്ലേ, അതുകൊണ്ട് വളരെ കുറഞ്ഞ അളവിൽ മാത്രം ജലം മതി. ആൻഡ് രാജസ്ഥാനിൽ ചെയ്യുന്ന കൃഷികളെല്ലാം തന്നെ ജലസേചനത്തെ ആശ്രയിച്ചായിരിക്കും. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? അവിടെ മഴ കിട്ടില്ല അല്ലെ. മഴയെ ആശ്രയിച്ചെന്ന് പറയാൻ അവിടെ മഴ കിട്ടില്ല. അപ്പോൾ ജലസേചനത്തെ ആശ്രയിച്ച് ആണ് എന്തുണ്ടാക്കുന്നത്? രാജസ്ഥാനിലെ കൃഷി എല്ലാം നടത്തുന്നത്. ഓക്കെ, ഇനി അപ്പൊ നമ്മൾ ഉത്തര മഹാസമുദ്രം കഴിഞ്ഞു. ഒന്നുകൂടെ ഉത്തര മഹാസമുദ്രത്തിന്റെ പോയിന്റ്സ് നമുക്കൊന്ന് എന്ത് ചെയ്യാം, പറയാം. ഉത്തര മഹാസമതലമാണ് നമ്മളിപ്പോൾ പറഞ്ഞത് അല്ലേ. ഉത്തര മഹാസമതലം എന്തൊക്കെയാ പറഞ്ഞത്? ഉത്തര മഹാസമതലം എത്ര സ്റ്റേറ്റ്സിലുണ്ടെന്നാടാ പറഞ്ഞത്? എത്ര സ്റ്റേറ്റ്സാ പറഞ്ഞത്? 7 സംസ്ഥാനത്തിലൂടെയാണ് ഉത്തര മഹാസമതലം പോകുന്നത്. പിന്നെയോ എത്രയാ വിസ്തൃതി പറഞ്ഞത്? 7 ചതുരശ്ര കിലോമീറ്റർ അല്ലേ. എല്ലാം ഒരു 7ന്റെ കളിയാണ്. 7 ചതുരശ്ര കിലോമീറ്റർ ആണ് ഇതിന്റെ വിസ്തൃതി നമ്മൾ പറഞ്ഞത്. പിന്നെയോ ഉത്തര മഹാസമുദ്രത്തെ നമുക്ക് എത്രയായിട്ട് തരംതിരിക്കാം? 4 ആയിട്ട് തരംതിരിക്കാം അല്ലേ. ഏതൊക്കെ നദികൾ കാരണമാണ് ഈ 4 സമതലങ്ങൾ ഉണ്ടാവുന്നത്?
സിന്ധുവും പോഷക നദികളും കാരണം എന്തുണ്ടാകും? അത് പഞ്ചാബ് ഹരിയാന സമതലം ഉണ്ടാകും. ലൂണി സരസ്വതി കാരണം എന്തുണ്ടാകും? മരുസ്ഥലി ഭാഗർ രാജസ്ഥാൻ ഉണ്ടാകുന്നു. ഗംഗയും പോഷക നദികളും കാരണം ഗംഗാ സമതലവും, ബ്രഹ്മപുത്രയും പോഷക നദികളും കാരണം ബ്രഹ്മപുത്ര സമതലവും ഉണ്ടാകുന്നു. അല്ലേ? ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇതിൽ മെയിൻ ആയിട്ട് പറഞ്ഞിട്ടുള്ളത് അല്ലേ? ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. പിന്നെ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു സാധനമാണ് ഇന്ത്യയുടെ ധാന്യപ്പുര എന്നറിയപ്പെടുന്ന ഭൂവിഭാഗം ഏതാണ്? ഇന്ത്യയുടെ ധാന്യപ്പുര ഏതാണ്? ഇന്ത്യയുടെ ധാന്യപ്പുര എന്ന് വിശേഷിക്കുന്നത് ഉത്തര മഹാസമതലമാണ്. അതുപോലെ തന്നെ ആ ഉത്തര മഹാസമുദ്രത്തിന്റെ ഭാഗം തന്നെയാണ് നമ്മുടെ മരുഭൂമിയുള്ള രാജസ്ഥാൻ ഏരിയാസും ഈ ഉത്തര മഹാസമതലത്തിന്റെ ഭാഗം തന്നെയാണ്. ഇന്ത്യയുടെ ധാന്യപ്പുര എന്ന് വിളിക്കുന്നത് ഏതിനെയാണ്? ഉത്തര മഹാസമതലത്തിനെയാണ്. ഓക്കെ, ഇനി അടുത്തതായിട്ട് പറയാനുള്ളതാണ് ഉപദ്വീപീയ പീഠഭൂമി. അപ്പൊ ഇവിടെ കൊടുത്തിരിക്കുന്നു, ഉപദ്വീപീയ പീഠഭൂമി ഏതൊക്കെ സംസ്ഥാനങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്? മധ്യപ്രദേശ്, ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ് എന്നീ സംസ്ഥാനങ്ങളിലും മഹാരാഷ്ട്ര, കർണാടക, തമിഴ്നാട്, തെലങ്കാന, ഒഡീഷ, പശ്ചിമ ബംഗാൾ എന്നീ സംസ്ഥാനങ്ങളുടെ ചില പ്രദേശങ്ങളിലും ആണ് ഉപദ്വീപീയ പീഠഭൂമി ഉൾപ്പെടുന്നത്. ഓക്കെ, അപ്പൊ ഇങ്ങനെ നോക്കുമ്പോൾ ഇതിൽ 9 സ്റ്റേറ്റ്സ് ആണ് നിലവിൽ ഇതിൽ കൊടുത്തിരിക്കുന്നത്. 9 സ്റ്റേറ്റ്സ്. ഓക്കെ അല്ലേ? ഇനി നമുക്കിവിടെ ഉപദ്വീപീയ പീഠഭൂമിയുടെ ഒരു പടം തന്നിട്ടുണ്ട് അല്ലേ? ഉപദ്വീപീയ പീഠഭൂമി. ഇതില് ഉപദ്വീപീയ പീഠഭൂമിയുടെ സവിശേഷതകൾ നമുക്ക് ഈ പടത്തിൽ നിന്ന് കണ്ടെത്താവുന്നതാണ്. അതുപോലെ അതുമായി ബന്ധപ്പെട്ട് വരുന്ന പർവ്വത നിരകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് ഇവിടുന്ന് കണ്ടെത്താവുന്നതേ ഉള്ളൂ അല്ലെ? ഇവിടെ കൊടുത്തിരിക്കുന്നു ആരവല്ലി പർവ്വതനിര എവിടെയാണുള്ളത്? ഉപദ്വീപീയ പീഠഭൂമിയിലാണ്. ആരവല്ലി പർവ്വതനിര ഉപദ്വീപീയ പീഠഭൂമിയിലാണ്. അതുപോലെ കണ്ടോ, വിന്ധ്യാനിരകൾ, സത്പുരാ നിരകൾ ഇതൊക്കെ എന്തിലുള്ളതാണ്? ഇതൊക്കെ ഉപദ്വീപീയ പീഠഭൂമിയിലുള്ള പർവ്വത നിരകളാണ്. ഇനി നമ്മളിവിടെ പഠിക്കേണ്ട കാര്യം, ഉപദ്വീപീയ പീഠഭൂമിയിൽ എങ്ങനത്തെ മഴയാണ് ലഭിക്കുക ചോദിക്കാറുണ്ട്. ഉപദ്വീപീയ പീഠഭൂമിയിൽ ലഭിക്കുന്നത് കാലികമായ മഴയാണ്. എന്ത് മഴയുടെ? കാലികമായ മഴ. പിന്നെയോ ഉപദ്വീപീയ പീഠഭൂമിയിലെ നൈസർഗിക സസ്യജാലങ്ങൾ ഒരുപാട് തവണ PSC ചോദിച്ചു. അത് ഉഷ്ണമേഖല ഇലപൊഴിയും കാടുകളാണ്. ഉഷ്ണമേഖല ഇലപൊഴിയും കാടുകളാണ് ഉപദ്വീപീയ പീഠഭൂമിയിലെ നൈസർഗിക സസ്യജാലങ്ങൾ. അത് ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തിരിക്കണം. ഓക്കെ, ഇനി ഈ ഒരു പിന്നെ എന്താ പറയുക, ഈ ഒരു പേജിലൊന്നും നമുക്ക് കളയാൻ വേണ്ടിയിട്ടില്ല, എല്ലാം നമുക്ക് പഠിക്കാനുള്ളതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഉപദ്വീപീയ പീഠഭൂമിയുടെ വിസ്തൃതിയാണ് ഇവിടെ ആദ്യത്തെ പാരഗ്രാഫിൽ ഫസ്റ്റ് തന്നെ കൊടുത്തിരിക്കുന്നത്. 15 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ. എത്രയാണ്? ഉപദ്വീപീയ പീഠഭൂമിയുടെ വിസ്തൃതി 15 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ. ഓക്കെ, നമ്മൾ പറഞ്ഞു ഹിമാലയത്തിന്റെ വിസ്തൃതി എത്രയാണ് പറഞ്ഞത്? ഹിമാലയത്തിന്റെ വിസ്തൃതി നമ്മൾ പറഞ്ഞത് 5 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ് അല്ലേ? ഉത്തര മഹാസമതലത്തിന്റെ വിസ്തൃതം എത്രയാണ് നമ്മൾ പറഞ്ഞത്? ഉത്തര മഹാസമതലത്തിന് 7 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ്. ഇപ്പൊ ഇവിടെ ഉപദ്വീപീയ പീഠഭൂമിക്ക് എത്രയാ? 15 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ. അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാവില്ലേ, ഇന്ത്യയിലെ ഏറ്റവും വിസ്തൃതമായ ഏരിയയാണ് എന്ത്? ഉപദ്വീപീയ പീഠഭൂമി. 15 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ് ഇതിന്റെ വിസ്തൃതി. ഓക്കെ, ഇനി ഇതിലുള്ള ഈ ഉപദ്വീപീയ പീഠഭൂമിയിലുള്ള ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ആനമുടി. നമ്മുടെ കേരളത്തിലാണ് അല്ലെ? ആനമുടി, ഇടുക്കി ജില്ലയിലെ ആനമുടി. എത്രയാ ഉയരം? 2695. 2695 മീറ്റർ ആണ് ആനമുടിയുടെ ഉയരം. കേരളത്തിൽ ഇടുക്കി ജില്ലയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇനി ഉപദ്വീപീയ പീഠഭൂമിയെ വിളിക്കുന്ന മറ്റൊരു പേരാണ് ധാതുക്കളുടെ കലവറ. എന്താണ്? ധാതുക്കളുടെ കലവറ. ഇന്ത്യയുടെ ധാന്യപ്പുര എന്ന് വിളിക്കുന്നത് ഉത്തര മഹാസമതലത്തെയാണെങ്കിൽ ധാതുക്കളുടെ കലവറ എന്ന് വിളിക്കുന്നത് അത് ഉപദ്വീപീയ പീഠഭൂമിയെയാണ്. അപ്പൊ ധാതുക്കൾ കൂടുതലുള്ളത് എവിടെയാണ്? ഉപദ്വീപീയ പീഠഭൂമിയിലാണ്. ഓക്കെ അല്ലേ? ഇനി നമ്മൾ ഓൾറെഡി പറഞ്ഞു, കാലികമായി മാത്രമാണ് ഇവിടെ മഴ ലഭിക്കുന്നത്. ഉഷ്ണമേഖല ഇലപൊഴിയും കാടുകളാണ് ഉപദ്വീപീയ പീഠഭൂമിയിലെ നൈസർഗിക സസ്യജാലങ്ങൾ. എന്നാൽ ഈ ഉപദ്വീപീയ പീഠഭൂമിയുടെ തന്നെ ഭാഗമായിട്ടുള്ള പശ്ചിമഘട്ട മലനിരകളിൽ കുറച്ചുകൂടെ മഴ ലഭിക്കുന്ന പ്രദേശങ്ങളുണ്ട്. അവിടെ എന്താണ്? ഉഷ്ണമേഖല മഴക്കാടുകളാണ് ഉള്ളത്. പക്ഷെ നമ്മളോട് ചോദിക്കുകയാണ് ഉപദ്വീപീയ പീഠഭൂമിയിലെ നൈസർഗിക സസ്യജാലം ഏത് എന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് തന്നെ എഴുതണം? അത് ഉഷ്ണമേഖല ഇലപൊഴിയും കാടുകളാണ്.
ഓക്കെ അല്ലേ? ഇനി ഇവിടെ കൊടുത്തിരിക്കുന്നത് ഉപദ്വീപീയ പീഠഭൂമിയുടെ തെക്കുഭാഗം എന്താണ്? ഇത് ചോദിക്കാറുണ്ട്. ദ്വീപീയ പീഠഭൂമിയുടെ തെക്കുഭാഗം എന്ത് പേരിൽ അറിയപ്പെടുന്നു? അതാണ് ഡെക്കാൻ പീഠഭൂമി. ഉപദ്വീപീയ പീഠഭൂമിയുടെ തെക്കുഭാഗമാണ് ഡെക്കാൻ പീഠഭൂമി. എങ്ങനെയാണ് ഈ ഡെക്കാൻ പീഠഭൂമി ഉണ്ടായിട്ടുള്ളത്? ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ലാവ തണുത്തുറഞ്ഞുണ്ടായ സ്ഥലമാണ് ഈ ഡെക്കാൻ പീഠഭൂമി. എന്താണ്? ലാവ തണുത്തുറഞ്ഞുണ്ടായത്. ഈ പീഠഭൂമിയിൽ ബസാൾട്ട് എന്ന് പറയുന്ന ആഗ്നേയ ശിലകൾ കൊണ്ട് നിർമ്മിതമാണ് ഈ പീഠഭൂമി. എന്താണ്? ബസാൾട്ട് എന്ന് പറയുന്ന ആഗ്നേയ ശിലകളാൽ നിർമ്മിതമായ ലാവ തണുത്തുറഞ്ഞുണ്ടായ പീഠഭൂമിയാണ് ഡെക്കാൻ പീഠഭൂമി. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇങ്ങനെ ലാവ തണുത്തുറഞ്ഞുണ്ടായത് കൊണ്ട് തന്നെ ഡെക്കാൻ പീഠഭൂമിയിൽ വ്യാപകമായി കാണപ്പെടുന്ന മണ്ണാണ് കറുത്ത മണ്ണ്. കറുത്ത മണ്ണ്. ഈ കറുത്ത മണ്ണ് പരുത്തി കൃഷിക്ക് അനുയോജ്യമായതുകൊണ്ട് കറുത്ത മണ്ണിനെ നമ്മൾ എന്ത് വിളിക്കടാ? കറുത്ത പരുത്തി മണ്ണ് എന്ന് വിളിക്കുന്നു. കറുത്ത പരുത്തി മണ്ണ്. അപ്പൊ ഉപദ്വീപീയ പീഠഭൂമിയുടെ തെക്കുഭാഗമായ ഡെക്കാൻ പീഠഭൂമിയിൽ കാണപ്പെടുന്ന പ്രധാന മണ്ണിനമാണ് കറുത്ത മണ്ണ്. അത് പരുത്തി കൃഷിക്ക് അനുയോജ്യമായതുകൊണ്ട് അതിനെ എന്തെന്ന് വിളിക്കും? കറുത്ത പരുത്തി മണ്ണ്. പിന്നെയോ ഉപദ്വീപീയ പീഠഭൂമിയിൽ കാണപ്പെടുന്ന മറ്റൊരു മണ്ണിനമാണ് ചെമ്മണ്ണ്. എന്താ ചെമ്മണ്ണിന്റെ പ്രത്യേകത? ഫലഭൂയിഷ്ടി കുറവും റെഡ് കളറിൽ കാണപ്പെടുന്ന ചുവന്ന കളറിൽ കാണപ്പെടുന്ന മണ്ണാണ് ചെമ്മണ്ണ്. എവിടെ നിന്നാണ് ഈ മണ്ണിന് ചുമപ്പ് കളർ കിട്ടുന്നത്? അത് ആ മണ്ണിന്റെ ഇരുമ്പിന്റെ അംശം കൊണ്ടാണ്. എന്തിന്റെ അംശം കൊണ്ടാണ്? ഇരുമ്പിന്റെ അംശം കൊണ്ടാണ്. അപ്പോൾ ഉപദ്വീപീയ പീഠഭൂമിയിൽ കാണപ്പെടുന്ന 2 ടൈപ്പ് മണ്ണിനെ നമ്മൾ പറഞ്ഞു. കറുത്ത മണ്ണ്, ചെമ്മണ്ണ്. ഇനിയുമുണ്ട് ഒരാള്, അതാണ് ലാറ്ററൈറ്റ് മണ്ണ്. നമ്മുടെ കേരളത്തിലൊക്കെ കൂടുതലായി കാണപ്പെടുന്ന മണ്ണാണ് ലാറ്ററൈറ്റ് മണ്ണ്. എന്താണ് ഇതിന്റെ പ്രത്യേകത? മൺസൂൺ മഴയും ഇടവിട്ടുള്ള വേനൽക്കാലവും മാറി മാറി അനുഭവപ്പെടുന്ന പ്രദേശങ്ങളിൽ വരുന്ന മണ്ണാണ് ലാറ്ററൈറ്റ് മണ്ണ്. എന്താണ്? ലാറ്ററൈറ്റ് മണ്ണ്. അപ്പൊ എന്തൊക്കെയാ ഇപ്പൊ നമ്മൾ പഠിച്ചത്? ഉപദ്വീപീയ പീഠഭൂമിയിലെ പ്രധാന മണ്ണിനങ്ങൾ എന്തൊക്കെയാണ് പഠിച്ചത്? അതൊന്നാണ് കറുത്ത മണ്ണ്. എവിടെയാ കാണപ്പെടുന്നത്? ഉപദ്വീപീയ പീഠഭൂമിയുടെ തെക്കായിട്ടുള്ള ഡെക്കാൻ പീഠഭൂമിയിൽ കാണപ്പെടുന്ന മണ്ണാണടാ കറുത്ത മണ്ണ്. കറുത്ത പരുത്തി മണ്ണെന്നും വിളിക്കുന്നു. പിന്നെ ചെമ്മണ്ണ്. ഫലഭൂയിഷ്ടി കുറഞ്ഞ ഇരുമ്പിന്റെ അംശമുള്ള റെഡ് കളറുള്ള മണ്ണാണ് ചെമ്മണ്ണ്. അടുത്ത മണ്ണാണ് ലാറ്ററൈറ്റ് മണ്ണ്. എന്താ ലാറ്ററൈറ്റ് മണ്ണിന്റെ പ്രത്യേകത? അതായത് മൺസൂണും വേനൽക്കാലവും മാറി മാറി വരുന്ന സ്ഥലങ്ങളിലുള്ള മണ്ണാണ് ലാറ്ററൈറ്റ് മണ്ണ്. ഓക്കെ, ഈ ഒരു പേജ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുന്നവർക്കാണെങ്കിൽ അറിയാം. അതുപോലെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ നിന്ന് എന്തോരം ക്വസ്റ്റ്യൻ ആണ് വരുന്നത് എന്നുള്ളത് ഒരു കണക്കുമില്ല. ഒന്നും വിട്ട് കളയാതെ വായിച്ചു നോക്കണം, പഠിക്കണം. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞു ഈ ഉപദ്വീപീയ പീഠഭൂമിയിൽ നിന്ന് ഒരുപാട് നദികൾ ഉത്ഭവിക്കുന്നുണ്ട്. ഈ നദികൾ ഉപദ്വീപീയ പീഠഭൂമിയിൽ നിന്നും ഉത്ഭവിക്കുന്നത് കൊണ്ട് ഇതിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? ഉപദ്വീപീയ നദികൾ എന്ന് വിളിക്കും. എന്താ വിളിക്കുക? ഉപദ്വീപീയ നദികൾ. ഇനി ഹിമാലയൻ നദികളിലെ എങ്ങനെയാണ് ആ ഹിമാലയൻ നദികളുടെ വെള്ളം ആശ്രയിച്ചിരിക്കുന്നത്? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. എന്താ? ഹിമശൃംഗങ്ങൾ അഥവാ ഹിമാനികളിൽ നിന്ന് മഞ്ഞുരുകിയിട്ടാണ് ഹിമാലയൻ നദികളിലോട്ട് വെള്ളം എത്തുന്നത്. പക്ഷേ ഈ ഉപദ്വീപീയ പീഠഭൂമിയിൽ മഞ്ഞുണ്ടോ? ഹിമമുണ്ടോ? ഇല്ല. അപ്പൊ എന്തിനെ ആശ്രയിച്ചായിരിക്കും? അത് മഴയെ ആശ്രയിച്ചാണ് ഇതിന്റെ വെള്ളം ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വേനൽക്കാലങ്ങളിൽ ഈ ഉപദ്വീപീയ പീഠഭൂമിയിൽ നിന്നും വരുന്ന ഉപദ്വീപീയ നദികളിൽ എന്ത് കുറവായിരിക്കും? വെള്ളം കുറവായിരിക്കും. മഴ ഉണ്ടാവില്ലല്ലോ. മഴക്കാലത്ത് വെള്ളം കൂടുതലായിരിക്കും, വേനൽക്കാലത്ത് വെള്ളം കുറവായിരിക്കും. ഓക്കെ, ഇനി നമ്മൾ ഇവിടെ പഠിക്കുന്നത് ആ പ്രധാനപ്പെട്ട ഉപദ്വീപീയ നദികൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ്. ഓക്കെ, കൊടുത്തിരിക്കുന്നത് നോക്കാം. പ്രധാന ഉപദ്വീപീയ നദികളുടെ പേരുകൾ ആദ്യം നിങ്ങളൊന്ന് ഫെമിലറൈസ് ചെയ്യണം. ആദ്യത്തേത് മഹാനദി, ഗോദാവരി, പിന്നെ കൃഷ്ണ, കാവേരി, നർമ്മദ, താപ്തി. മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി, നർമ്മദ, താപ്തി. ഇതിൽ ലാസ്റ്റ് കൊടുത്തിരിക്കുന്ന നർമ്മദയും താപ്തിയും കണ്ടോ? ഇവര് പടിഞ്ഞാറോട്ട് ഒഴുകുന്നതാണ്. എങ്ങോട്ടാ ഒഴുകുന്നത്? പടിഞ്ഞാറോട്ട് ഒഴുകുന്നു. അപ്പൊ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ഉപദ്വീപീയ നദികളാണ് നർമ്മദയും താപ്തിയും. മുകളിൽ കൊടുത്തിരിക്കുന്ന മഹാനദി ആയിക്കോട്ടെ, ഗോദാവരി ആയിക്കോട്ടെ, കൃഷ്ണയും കാവേരിയും ആയിക്കോട്ടെ, ഇതൊക്കെ ഒഴുകുന്നത് എങ്ങോട്ടേക്കാടാ? ഇതൊക്കെ കിഴക്കോട്ടേക്കാണ് ഒഴുകുന്നത്. കിഴക്കോട്ടൊഴുകി ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്ന നദിയാണ് മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി. പടിഞ്ഞാറോട്ടൊഴുകി അറബിക്കടലിൽ പതിക്കുന്ന നദിയാണ് നർമ്മദയും താപ്തിയും. മനസ്സിലായല്ലോ? അതിൽ നിന്ന് തന്നെ ക്വസ്റ്റ്യൻ വരാറുണ്ട്.
പടിഞ്ഞാറോട്ട് ഒഴുകുന്നതാണ് ചോദിക്കൽ. 2 ഉള്ളൂ, നർമ്മദയും താപ്തിയും. ഓക്കെ അല്ലേ? ഇനി നമുക്കിതിന്റെ കാര്യങ്ങളിലോട്ട് പോവാം. മഹാനദി എവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നത്? മഹാനദി മധ്യപ്രദേശിലെ മൈക്കല നിരകളിൽ നിന്നും ഉത്ഭവിക്കുന്നു. 857 കിലോമീറ്റർ ആണ് മഹാനദിയുടെ നീളം. എത്രയാ? 857 കിലോമീറ്റർ ആണ് നീളം. മഹാനദി മൈക്കല നിരകൾ, മധ്യപ്രദേശിലെ മൈക്കല നിരകളിൽ നിന്നുമാണ് ഉത്ഭവിക്കുന്നത്. ഇനി ഇതിന്റെ പ്രധാന പോഷക നദികളാണ് ഇബ്, ടെല്ല്, ഷിയോനാഥ്. ഒരു ഷിയോനാഥും കൂടെ ഇവിടെ പഠിച്ചു വെച്ചോട്ടോ. ഇബ്, ടെല്ല്, ഷിയോനാഥ് ഏതിന്റെ പ്രധാന പോഷക നദികളാണ്? മഹാനദിയുടെ പോഷക നദികളാണ്. ഷിയോനാഥ്, ഇബ്, ടെല്ല്, ഷിയോനാഥ്. ഇതിനൊരു കോഡ് ഉണ്ട്. മഹാനടന്റെ ഷിറ്റ് എന്നാണ് പഠിക്കുക കേട്ടോ. മഹാനടന്റെ ഷിറ്റ്, അതായത് മഹാനദിയാണ് എന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മഹാനടൻ എന്ന് പറയുന്നത്. മഹാനടന്റെ ഷിറ്റ്. ഇപ്പൊ സുരേഷ് ഗോപിനെ ഓർത്താൽ മതി, നമുക്ക് കിട്ടും. മഹാനടന്റെ ഷിറ്റ് എന്നുള്ളതാണ് കോഡ്. അതില് മഹാനടന്റെ എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ എന്ത് കിട്ടും? മഹാനദിയുടേതാണെന്ന് കിട്ടും. ഇനി ഷിറ്റ് എങ്ങനെയാ നോക്കാം. ഞാൻ പറഞ്ഞു, ഒന്ന് ഷിയോനാഥ്, SH ഫോർ ഷിയോനാഥ്. പിന്നെ I എന്താ? ഇബ്, T, ടെല്ല്. ഷിയോനാഥ്, ഇബ്, ടെല്ല് എന്നുള്ളതാണ് മഹാനദിയുടെ പോഷക നദിയുടെ കോഡ്. ഓക്കെ അല്ലേ? മഹാനടന്റെ ഷിറ്റ്. ഇനി ഏതൊക്കെ സംസ്ഥാനങ്ങളിലൂടെയാണ് മഹാനദി പോകുന്നത്? പ്രധാനമായിട്ട് പോകുന്ന സംസ്ഥാനങ്ങൾ നമുക്ക് പറയാം. ഒഡീഷ ട്ടോ, ഞാൻ പറഞ്ഞുതരാം, നിങ്ങൾ നോട്ട് ചെയ്യുന്നുണ്ട്, നോട്ട് ചെയ്യാം. ഒഡീഷ, മഹാനദി പോകുന്ന സംസ്ഥാനങ്ങളാണ് ഒഡീഷ, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്. ഒഡീഷ, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്. ഏത് കടലിൽ ചെന്ന് ചേരുന്ന നമ്മൾ പറഞ്ഞത്? എങ്ങോട്ടേക്ക് പോകും? ബംഗാൾ ഉൾക്കടലിലേക്ക് പോകും. ബംഗാൾ ഉൾക്കടലിലേക്ക്. അടുത്തതാണ് ഗോദാവരി. എന്താ ഗോദാവരിയുടെ പ്രത്യേകത? ഉപദ്വീപീയ നദികളിൽ ഏറ്റവും വലുതാണ് ഗോദാവരി. എവിടെ നിന്നാ ഗോദാവരി ഉത്ഭവിക്കുന്നത്? മഹാരാഷ്ട്രയിലെ നാസിക് ജില്ലയിൽ, അതായത് പശ്ചിമഘട്ടത്തിൽ നിന്നും, മഹാരാഷ്ട്രയിലെ നാസിക് ജില്ലയിൽ നിന്നും പശ്ചിമഘട്ടത്തിൽ നിന്നുമാണ് ഗോദാവരി ഉത്ഭവിക്കുന്നത്. 1465 കിലോമീറ്റർ ആണ് ഗോദാവരിയുടെ ഏകദേശ നീളം. 1465 കിലോമീറ്റർ. ഉപദ്വീപീയ നദികളിൽ ഏറ്റവും വലുതാണ് ഗോദാവരി. ഇനി ഗോദാവരിയുടെ പ്രധാന പോഷക നദികളാണ് ഇന്ദ്രാവതി, ശബരി. ഇതിവിടെ ഉണ്ട്. ഇനിയോ ഓർത്തിരിക്കേണ്ട 2-3 കൂടെ പറഞ്ഞുതരാം. പ്രാണ, പൂർണ, മഞ്ജീര. ഇതൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ. പ്രാണ, പൂർണ, മഞ്ജീര ഇതൊക്കെ ഏതിന്റെ പോഷക നദികളാണ്? ഗോദാവരിയുടെ പോഷക നദികളാണ്. പ്രാണ, പൂർണ, മഞ്ജീര ഇതൊക്കെ ഗോദാവരിയുടെ പോഷക നദികളാണ്. ഓർത്തിരിക്കണം. ഓക്കെ. ഇനി ഗോദാവരി എവിടെയാ പോയി ചേരുന്നത്? നമുക്കറിയാം എങ്ങോട്ടാ പോകുന്നത്. അതും ബംഗാൾ ഉൾക്കടലിലോട്ടാണ് പോകുന്നത്. കിഴക്കോട്ടേക്കാണ് പോകുന്നത്. ഗോദാവരി ഒഴുകുന്ന സംസ്ഥാനങ്ങളാണ് മഹാരാഷ്ട്ര, ആന്ധ്രാപ്രദേശ്, തെലുങ്കാന. ഏതൊക്കെയാടാ? മഹാരാഷ്ട്ര, പിന്നെ ആന്ധ്രാപ്രദേശ്, പിന്നെ തെലുങ്കാന. നോട്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ. മഹാരാഷ്ട്ര, ആന്ധ്രാപ്രദേശ്, തെലുങ്കാന. അടുത്തത് കൃഷ്ണ നദി. കൃഷ്ണ നദി ഉത്ഭവിക്കുന്നത് പശ്ചിമഘട്ടത്തിൽ നിന്ന് തന്നെയാണ്. ഗോദാവരി പശ്ചിമഘട്ടത്തിൽ നിന്നാണ്, കൃഷ്ണ നദിയും പശ്ചിമഘട്ടത്തിൽ നിന്നാണ്. പിന്നെയോ മഹാരാഷ്ട്രയിലെ മഹാബലേശ്വർ കുന്നുകൾ. കൃഷ്ണൻ മഹാബലവാനാണല്ലേ. അപ്പൊ മഹാരാഷ്ട്രയിലെ മഹാബലേശ്വർ കുന്നുകളിൽ നിന്നാണ് കൃഷ്ണ നദി ഉത്ഭവിക്കുന്നത്. മഹാരാഷ്ട്രയിലെ നാസിക് ജില്ലയിൽ നിന്നാണ് ഗോദാവരി ഉത്ഭവിക്കുന്നത്. കൃഷ്ണ നദിയുടെ നീളം എത്രയാടാ? അത് 1400 കിലോമീറ്റർ ആണ്. 1400 കിലോമീറ്റർ ആണ് കൃഷ്ണ നദിയുടെ നീളം. ഇനിയോ പ്രധാന പോഷക നദികളാണ് ഭീമ, തുംഗഭദ്ര. പിന്നെയും നമുക്ക് കുറച്ചുണ്ട്. അപ്പൊ ഭീമ, തുംഗഭദ്ര അതിലുണ്ട്, ഇല്ലാത്തത് എഴുതാം. കൊയ്ന, ഭീമ, തുംഗഭദ്ര, കൊയ്ന, മുസി, പിന്നെ മാലപ്രഭ, പിന്നെയോ ഗൗഡപ്രഭ, പാഞ്ച്ഗംഗ. ഇതൊക്കെ ഏതിന്റെ പോഷക നദികളാ? കൃഷ്ണ നദിയുടെ പോഷക നദികളാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ഭീമ, തുംഗഭദ്ര, കൊയ്ന, മുസി, ഗൗഡപ്രഭ, മാലപ്രഭ, പാഞ്ച്ഗംഗ എന്നിവ കൃഷ്ണ നദിയുടെ പോഷക നദികളാണ്. ഇനി കൃഷ്ണ നദി ഒഴുകുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? കൃഷ്ണ നദി മഹാരാഷ്ട്രയിലൂടെ പോകുന്നുണ്ട്. പിന്നെയോ കർണാടകയിലൂടെ ഒഴുകുന്നുണ്ട്. പിന്നെ തെലുങ്കാനയിലൂടെയും ആന്ധ്രാപ്രദേശിലൂടെയും ഒഴുകുന്നുണ്ട്. മഹാരാഷ്ട്ര, കർണാടക, തെലുങ്കാന, ആന്ധ്രാപ്രദേശ്.
എവിടെയാണ് കൃഷ്ണ നദി ഒഴുകിച്ചേരുന്നത്? അത് നമുക്കറിയാം, ബംഗാൾ ഉൾക്കടലിലാണ് അല്ലേ? മഹാനദി ആണേലും ഗോദാവരി ആണേലും കൃഷ്ണ നദി ആണേലും ബംഗാൾ ഉൾക്കടലിലാണ് ഒഴുകിച്ചേരുന്നത്. അടുത്തയാളാണ് കാവേരി. കാവേരി ഉത്ഭവിക്കുന്നതും പശ്ചിമഘട്ടത്തിലാണ്. പശ്ചിമഘട്ടത്തിലെ ബ്രഹ്മഗിരി മലനിരകളിൽ നിന്നാണ് കാവേരി ഉത്ഭവിക്കുന്നത്. സ്റ്റേറ്റ് പറഞ്ഞാൽ അത് കർണാടകത്തിൽ നിന്നാണ് കാവേരി ഉത്ഭവിക്കുന്നത്. ഗോദാവരി ആയിക്കോട്ടെ, കൃഷ്ണ ആയിക്കോട്ടെ, കാവേരി ആയിക്കോട്ടെ, എല്ലാം ഉത്ഭവിക്കുന്നത് പശ്ചിമഘട്ടത്തിൽ നിന്നാണ്. വേരിയേഷൻസ് നോക്കി മനസ്സിലാക്കുക. കാവേരി പശ്ചിമഘട്ടത്തിലെ ബ്രഹ്മഗിരി നിരകളിൽ നിന്നാണ്. എത്ര കിലോമീറ്റർ ആണ് കാവേരിയുടെ നീളം? 800 കിലോമീറ്റർ ആണ് നീളം. റൗണ്ട് ഫിഗർ ആണല്ലേ, 800 കിലോമീറ്റർ ആണ്. ഇനി കാവേരിയുടെ പ്രധാന പോഷക നദികളാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. കബനി, നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാവേരിയുടെ പോഷക നദിയാണ് കബനി. പിന്നെയോ അമരാവതി, കബനി, അമരാവതി. പിന്നെ അർക്കാവതി, അമരാവതി, അർക്കാവതി. ഭവാനി, ലക്ഷ്മണതീർത്ഥ, പാമ്പാറ്. ഇതൊക്കെ കാവേരി നദിയുടെ പോഷക നദികളാണ്. ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്തിരിക്കുക. കബനി, അമരാവതി, അർക്കാവതി, ഭവാനി, പാമ്പാറ് ഇതൊക്കെ എന്തിന്റെയാണ്? കാവേരിയുടെ പോഷക നദികളാണ്. കാവേരി ഒഴുകുന്ന രണ്ട് സംസ്ഥാനങ്ങളേ ഉള്ളൂ. ഒന്ന് കർണാടക, രണ്ട് തമിഴ്നാട്. നമുക്കറിയാവുന്നതാണ് അല്ലേ? കർണാടക, തമിഴ്നാട് 2 സ്റ്റേറ്റ്സിലൂടെയാണ് കാവേരി ഒഴുകുന്നത്. ഇനി കാവേരി ഒഴുകി ചേരുന്നത് എവിടെയാണ്? അത് നമുക്കറിയാം. എവിടെയാ? ബംഗാൾ ഉൾക്കടലിലാണ്. ഇനി നമുക്ക് പറയാനുള്ള 2 നദികളാണ് നർമ്മദയും താപ്തിയും. നർമ്മദാ നദി ആയിക്കോട്ടെ, താപ്തി നദി ആയിക്കോട്ടെ, രണ്ടും പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ഉപദ്വീപീയ നദികളാണ്. രണ്ടും എവിടെ ചേർന്നിട്ടാ ചെന്ന് ചേരുന്ന കടൽ ഏതാ? അത് അറേബ്യൻ സീ ആണ്, അറബിക്കടലാണ് നർമ്മദയും താപ്തിയും. ഇനി നർമ്മദാ നദി ഉത്ഭവിക്കുന്നത് ഛത്തീസ്ഗഡിലെ മൈക്കലാനിരകളിൽ നിന്നാണ്. മാറിപ്പോവരുത്. മഹാനദി ഉത്ഭവിക്കുന്നത് മധ്യപ്രദേശിലെ മൈക്കലാനിരകളിൽ നിന്നാണ്. നർമ്മദാ നദി ഉത്ഭവിക്കുന്നത് ഛത്തീസ്ഗഡിലെ മൈക്കലാനിരകളിൽ നിന്നാണ്. എത്രയാണ് ഏകദേശ നീളം? 1312 കിലോമീറ്റർ ആണ് നർമ്മദാ നദിയുടെ ഏകദേശ നീളം. ഇനിയോ ഹിരൺ, ബെൻജൻ, പിന്നെ കോളാർ, ഷേർ എന്നൊക്കെ പറയുന്നത് നർമ്മദാ നദിയുടെ പ്രധാന പോഷക നദികളാണ്. ഹിരൺ, ബെൻജൻ, കോളാറ് ഇത് ചോദിക്കാറുണ്ട് കേട്ടോ. കോളാറ്, ഷേർ എന്നൊക്കെ പറയുന്നത് നർമ്മദാ നദിയുടെ പ്രധാന പോഷക നദികളാണ്. ഓക്കെ. ഇനി നർമ്മദാ നദി ഒഴുകുന്ന സംസ്ഥാനങ്ങൾ അത് മധ്യപ്രദേശ്, ഗുജറാത്ത്, മഹാരാഷ്ട്ര എന്നിവയാണ്. ഏതൊക്കെയാണ്? മധ്യപ്രദേശ്, നോട്ട് ചെയ്തോളൂ. മധ്യപ്രദേശ്, ഗുജറാത്ത്, മഹാരാഷ്ട്ര. ഓക്കെ അല്ലേ? ഇനി അടുത്ത നദിയാണ് താപ്തി നദി. താപ്തി നദി താപ്തി നദി ഉത്ഭവിക്കുന്നത് മധ്യപ്രദേശിലെ ബൈത്തുൽ ജില്ലയിലെ മുൻതായ് പീഠഭൂമിയിൽ നിന്നാണ്. മധ്യപ്രദേശിലെ ബൈത്തുൽ ജില്ലയിലെ മുൻതായ് പീഠഭൂമി. എത്ര നീളമുണ്ട്? 724 കിലോമീറ്റർ നീളമുണ്ട്. അതിൻ്റെ പ്രധാന പോഷക നദികളാണ് ആനർ, ഗിർന. ഒന്നുകൂടെ ഓർത്ത് വെച്ചോ, പ്രീവിയസ് ആണ്. പൂർണ്ണ, ആനർ, ഗിർന, പൂർണ്ണ. ആനർ, ഗിർന, പൂർണ്ണ. ഓക്കെ. അപ്പോൾ ഇത്രയാണ് പ്രധാനപ്പെട്ട ഉപദ്വീപീയ നദികൾ. ഇനി ഇവിടെ കൊടുത്തിരിക്കുന്ന കണ്ടോ, ഉപദ്വീപീയ നദികളിൽ ഏറ്റവും നീളം കൂടിയത് ഏതാണ്? ഉപദ്വീപീയ നദികളിൽ ഏറ്റവും നീളം കൂടിയത് നമ്മൾ പറഞ്ഞത് ഗോദാവരി നദിയാണ്. 1465 കിലോമീറ്റർ ഉണ്ട് അല്ലേ? അപ്പോൾ ഉപദ്വീപീയ നദികളിൽ ഏറ്റവും നീളം കൂടിയത് ഗോദാവരിയാണ്. അതിൻ്റെ കിലോമീറ്റർ 1465 ആണ്. ഓക്കെ. മിക്ക ഉപദ്വീപീയ നദികളിലും വെള്ളച്ചാട്ടം സാധാരണമാണ്. അങ്ങനെ ഏറ്റവും ഉയരമുള്ള ഉപദ്വീപീയ നദിയിലെ ഏറ്റവും ഉയരമുള്ള വെള്ളച്ചാട്ടമാണ് ജോഗ് വാട്ടർഫാൾസ്. 225 മീറ്റർ. എത്രയാണ്? 225 മീറ്റർ നീളമുള്ള ജോഗ് വാട്ടർഫാൾസ് ആണ് ഏറ്റവും ഉയരമുള്ള വെള്ളച്ചാട്ടം. ഏത് നദിയിലാണത്? ശരാവതി നദിയിലാണ്, കർണാടകത്തിലാണ്. കർണാടകത്തിലെ ശരാവതി നദിയിലുള്ള ജോഗ് വെള്ളച്ചാട്ടമാണ് ഉപദ്വീപീയ നദികളിലുള്ള വെള്ളച്ചാട്ടത്തിൽ ഏറ്റവും ഉയരമുള്ള വെള്ളച്ചാട്ടം. ചോദിച്ചിട്ടുണ്ട്. ഓക്കെ. ഇനി ഹിമാലയൻ നദി, അതുപോലെ തന്നെ ഉപദ്വീപീയ നദി എന്ന് പറഞ്ഞിട്ടൊരു ക്ലാസിഫിക്കേഷൻ ആണ്. നമുക്കറിയാം, ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുന്ന ഏരിയ ആണ്, പഠിച്ചിരിക്കുക. ഓക്കെ. ഹിമാലയ നദികൾ ഉത്ഭവിക്കുന്ന എവിടെ നടാത്? ഹിമാലയ പർവ്വതനിരകളിൽ നിന്നാണ്. അപ്പോൾ ഉപദ്വീപീയ നദികളോ? ഉപദ്വീപീയ പീഠഭൂമിയിലുള്ള മലനിരകളിൽ നിന്നും ഉത്ഭവിക്കുന്നു. ഇനി ഹിമാലയൻ നദികൾക്ക് വൃഷ്ടിപ്രദേശം കൂടുതലാണ്. ഹിമാലയൻ നദികൾക്ക് എന്ത് കൂടുതലാണ്? വൃഷ്ടിപ്രദേശം കൂടുതലാണ്. ഉപദ്വീപീയ നദികൾക്കോ? അത് കുറവാണ്, വിസ്തൃതി കുറവാണ്. ഇനി ഹിമാലയൻ നദികൾക്ക് അപരദന
അപരദന തീവ്രത, ഓരോ സാധനങ്ങൾ ഇങ്ങനെ വഹിച്ചു കൊണ്ടുവരൂലേ, അതാണ് അപരദന തീവ്രത. നദി വെള്ളത്തോടൊപ്പം മറ്റു സാധനങ്ങളും കൂടെ വഹിച്ചുകൊണ്ട് കൊണ്ടുവരും, അതാണ് അപരദനം. അപ്പോൾ അപരദന തീവ്രത കൂടുതൽ ഹിമാലയ നദിക്കും അപരദന തീവ്രത കുറവ് ഉപദ്വീപീയ നദിക്കുമാണ്. ഇനി ഹിമാലയൻ നദികൾ ഗിരികന്ധരങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. പർവ്വത മേഖലകളിൽ ഗിരികന്ധരങ്ങൾ സൃഷ്ടിക്കുകയും സമതലങ്ങളിൽ അത് വളഞ്ഞു പുളഞ്ഞൊഴുകുകയും ചെയ്യുന്നു. പക്ഷെ ഉപദ്വീപീയ നദികളോ, നമ്മൾ പറഞ്ഞു ഉപദ്വീപ് എന്ന് പറയുന്ന അല്ലെങ്കിൽ നമ്മുടെ ഉപദ്വീപീയ ഇന്ത്യയിലെ ഡക്കാൻ പീഠഭൂമി പോലുള്ള ഭാഗങ്ങളൊക്കെ കാഠിന്യമേറിയ ശിലകളാണ് അവിടെ ഉള്ളത് അല്ലേ. അങ്ങനെയുള്ള ശിലകളിലൂടെ ഒഴുകുന്നത് കൊണ്ട് അഗാധമായ താഴ്വരകളൊന്നും ഉപദ്വീപീയ നദികൾ എന്ത് ചെയ്യുന്നില്ലടാ, സൃഷ്ടിക്കുന്നില്ല. ഇനി ഹിമാലയ നദികളിൽ ഒരുപാട് വെള്ളമുണ്ട്, അതുപോലെ തന്നെ അത് ഹിമാനികളെ ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിന് ഉയർന്ന ജലസേചന ശേഷിയുണ്ട്. എന്നാലോ ഉപദ്വീപീയ നദികൾക്ക് കുറഞ്ഞ ജലസേചന ശേഷി മാത്രമേ ഉള്ളൂ. ഇനി ഹിമാലയൻ നദികൾക്ക് സമതല പ്രദേശങ്ങളിൽ ഉൾനാടൻ ജലഗതാഗതത്തിന് സാധ്യതയുണ്ട്. എന്താണ്? ഉൾനാടൻ ജലഗതാഗതത്തിന് സാധ്യത കൂടിയ നദിയാണ് ഹിമാലയൻ നദി. ഉൾനാടൻ ജലഗതാഗതത്തിന് സാധ്യത കുറഞ്ഞ നദിയാണ് ഉപദ്വീപീയ നദി. ഓക്കെ അല്ലേ? അപ്പോൾ ഇപ്പോൾ നമ്മൾ ടേബിൾ പഠിച്ചതല്ല, നമ്മൾ ഓർത്തിരിക്കേണ്ടത് ഹിമാലയൻ നദിയുടെ ഭാഗത്ത് എല്ലാം കൂടുതലാണ്, ഉപദ്വീപീയ നദിയുടെ ഭാഗത്തോ എല്ലാം തന്നെ കുറവാണ്. അപ്പോൾ അപരദനമൊക്കെയാണ് ചോദിക്കുക. അപ്പോൾ അപരദനം കൂടുതൽ എവിടെയാണെന്ന് പറഞ്ഞാൽ കൂടുതൽ ഹിമാലയൻ നദിക്ക്, കുറവോ ഉപദ്വീപീയ നദിക്ക്. അതുപോലെ വൃഷ്ടിപ്രദേശം കൂടുതൽ ഹിമാലയൻ നദിക്ക്, കുറവ് ഉപദ്വീപീയ നദിക്ക്. ഓക്കെ. ജലസേചന ശേഷി കൂടുതൽ ഹിമാലയൻ നദിക്ക്, കുറവ് ഉപദ്വീപീയ നദിക്ക്. ഉൾനാടൻ ജലഗതാഗതത്തിനുള്ള സാധ്യത കൂടുതൽ ഹിമാലയൻ നദിക്ക്, കുറവ് ഉപദ്വീപീയ നദിക്ക്. അപ്പോൾ എല്ലാം തന്നെ കൂടുതലുള്ളത് ഹിമാലയൻ നദിക്കാണ്. ആ ഒരു ടെക്നിക്ക് വെച്ചിട്ട് അത് ഓർത്തിരിക്കുക. ഓക്കെ. ഇനി ഇവിടെ ക്വസ്റ്റ്യൻ ആയിട്ട് കൊടുത്തേക്കുന്നതാണ്, പക്ഷെ നമ്മൾ പഠിക്കുമ്പോൾ എന്ത് ചെയ്യണം, അതുകൂടെ പഠിച്ചു പോകണം. കണ്ടോ, ഇന്ത്യയിലെ പ്രധാന നദീ തീരങ്ങളുടെ പേരുകൾ കൊടുത്തിരിക്കുന്നു. ഏത് നദിയുടെ തീരത്താണ് ഈ നഗരങ്ങളുള്ളത് എന്ന് നമ്മൾ കണ്ടെത്തി എഴുതണം. ഇവിടെ ഒരെണ്ണം കൊടുത്തിട്ടുണ്ട്, ന്യൂഡൽഹി യമുന നദിയുടെ തീരത്താണെന്ന് കൊടുത്തിട്ടുണ്ട്. ബാക്കിയുള്ളതും കൂടെ നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. ആഗ്ര ഏത് നദിയുടെ തീരത്താ? ആഗ്ര എന്ന് പറയുന്നത് യമുന നദിയുടെ തീരത്ത് തന്നെയാണ്. ആഗ്ര ഏത് നദിയാണ്? യമുന നദിയുടെ തീരത്താണ്. അടുത്തതായിട്ട് അവിടെ കൊടുത്തിട്ടുള്ളത് ദേവപ്രയാഗാണ്. ദേവപ്രയാഗ് ഏത് നദിയുടെ തീരത്താണ്? ദേവപ്രയാഗ് അളകനന്ദാ നദിയുടെ തീരത്താണ്. അളകനന്ദാ നദിയുടെ തീരത്താണ്. ഇനിയോ വാരണാസി, എല്ലാവർക്കും അറിയാം വാരണാസി ഏത് നദിയുടെ തീരത്താടാ? അത് ഗംഗാ നദിയുടെ തീരത്താണ്. ഗംഗാ നദി. ഇനി അലഹാബാദ് പിന്നെ പാറ്റ്നയും അലഹാബാദ്, അതുപോലെ ഗംഗയും ഉണ്ട് യമുനയും ഉണ്ട് കേട്ടോ. അലഹാബാദ് ഏത് നദിയുടെ തീരത്താണെന്ന് ചോദിച്ചാൽ അത് യമുന നദിയും ഉണ്ട്, അതുപോലെ തന്നെ ഗംഗയുമുണ്ട് എന്നുള്ളത് ഓർത്തിരിക്കുക. പിന്നെ പാറ്റ്ന എന്ന് പറയുന്നത് ഏത് നദിയുടെ തീരത്താണ്? അത് ഗംഗാ നദിയുടെ തീരത്താണ്. ഗുവാഹത്തി എന്ന് പറയുന്നത് ബ്രഹ്മപുത്ര നദിയുടെ തീരത്താണ്. ഗുവാഹത്തി ബ്രഹ്മപുത്ര നദിയുടെ തീരത്താണ്. ഇനിയും അഹമ്മദാബാദ് നമുക്കെല്ലാം അറിയുന്നതാണ്. അഹമ്മദാബാദ് സബർമതി നദിയുടെ തീരത്താണ് അല്ലേ. അഹമ്മദാബാദ് ഏത് നദിയുടെ തീരത്താണ്? അത് സബർമതി നദിയുടെ തീരത്താണ്. സബർമതി. ഇത് ടെക്സ്റ്റിൽ ഉത്തരം ഇല്ല, എഴുതിയെടുക്കുന്നവർക്ക് എഴുതിയെടുക്കാം. ഇനി സൂറത്ത് ഏത് നദിയുടെ തീരത്താണ്? സൂറത്ത് എന്ന് പറയുന്നത് താപ്തി നദിയുടെ തീരത്താണ്. അടുത്തതായിട്ട് വിജയവാഡ എന്ന് പറയുന്നത് കൃഷ്ണ നദിയുടെ തീരത്താണ്. ഏതാണ്? കൃഷ്ണ നദിയുടെ തീരത്താണ് വിജയവാഡ. ഇനിയോ തിരുച്ചിറപ്പള്ളി എന്ന് പറയുന്നത് കാവേരി നദിയുടെ തീരത്താണ്. കാവേരി നദിയുടെ തീരത്തുള്ള നഗരമാണ് തിരുച്ചിറപ്പള്ളി. തഞ്ചാവൂര് ഏത് നദിയുടെ തീരത്താ? അതും കാവേരി നദിയുടെ തീരത്താണ്. തഞ്ചാവൂര് കാവേരി. ഇനി കുടകും ഏത് നദിയുടെ തീരത്താണ്? കാവേരി നദിയുടെ തീരത്താണ്. ഓക്കെ. അപ്പോൾ ഇത് ടെക്സ്റ്റിൽ ആൻസർ ഉണ്ടാവില്ല, ക്വസ്റ്റ്യൻ മാത്രമേ ഉള്ളൂ. ഇവിടെ കണ്ടോ, ഇതിൻ്റെ ഉത്തരമാണ് ഇപ്പോൾ പറഞ്ഞത് കേട്ടോ. അപ്പോൾ അത് പഠിച്ചിരിക്കുക. അപ്പോൾ നമ്മൾ SCRT പഠിക്കുമ്പോൾ എന്ത് ചെയ്യണം, ഇങ്ങനെ അവർ കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, അതുകൂടെ നമ്മൾ സൊല്യൂഷൻസ് കണ്ടെത്തിയിട്ട് വേണം നമ്മൾ പഠിച്ചുകൊണ്ട് പോവാൻ. ഓക്കെ.
ഇനി അടുത്ത പാരഗ്രാഫിലോട്ട് പോകാം. പീഠഭൂമിയിലെ പ്രധാന കാർഷിക വിളകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ പ്രധാന കാർഷിക വിളകൾ പരുത്തിയുണ്ട്, പയറുവർഗ്ഗം, നിലക്കടല, കരിമ്പ്, ചോളം, റാഗി ഇങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് ഉള്ളത്. അപ്പോൾ ഇത് പഠിക്കുമ്പോൾ നമുക്ക് ഒരു ബോധം വരേണ്ടതെന്ന് വെച്ചാൽ പീഠഭൂമിയിൽ എന്ത് കൃഷി ചെയ്യില്ല? നെല്ലും കരിമ്പും ഇതിനകത്ത് നെല്ലും ഗോതമ്പും ഇതിനകത്ത് കൊടുത്തിട്ടില്ല എന്നുള്ളൊരു ഓർമ്മയാണ് നമുക്ക് വേണ്ടത്. ഓപ്ഷനിൽ അതൊക്കെ ആയിരിക്കും ഇടുക. നെല്ല്, ഗോതമ്പ് എന്നിവയാണ് പീഠഭൂമിയിലെ പ്രധാന കാർഷിക വിളകൾ എന്ന്. ഒരിക്കലും അല്ല, നെല്ലും ഗോതമ്പും എവിടെയെങ്കിലും കുറച്ചൊക്കെ ആയിട്ടുണ്ടാകും, പക്ഷെ അത് പ്രധാന കാർഷിക വിളയല്ല. ഓക്കെ, പീഠഭൂമിയിലെ പ്രധാന കാർഷിക വിളകളിൽ നെല്ലും ഗോതമ്പും വരുന്നില്ല എന്നുള്ളൊരു ബോധ്യം നമുക്കുണ്ടാവണം. ഇനി പീഠഭൂമിയിലെ പ്രധാന ധാതു വിഭവങ്ങൾ ഏതൊക്കെയാണ് അല്ലേ? ധാതു ഭൂമിയാണല്ലോ പീഠഭൂമി എന്നറിയപ്പെടുന്ന, ധാതുക്കളാൽ സമ്പന്നമാണല്ലേ. അപ്പോൾ എന്തൊക്കെയുള്ളത്? കൽക്കരി, മാംഗനീസ്, ബോക്സൈറ്റ്, ചുണ്ണാമ്പുകല്ല് എന്നിവയാണ് പ്രധാന ധാതു വിഭവങ്ങൾ. ഓക്കെ അല്ലേ? ഓക്കെ, ഇനി അതൊക്കെ കഴിഞ്ഞു. നമ്മളിനി തീരങ്ങളിലോട്ട് പോകാൻ പോവുകയാണ്. തീരങ്ങൾ. ഇന്ത്യയിൽ എത്ര കണ്ടോ, ഏതൊക്കെ സംസ്ഥാനങ്ങളിലൂടെയാണ്, എത്ര സംസ്ഥാനങ്ങളിലൂടെയാണ് ഇന്ത്യയുടെ തീരപ്രദേശം കടന്നു പോകുന്നത്? അതൊരു ചോദ്യമായിട്ട് അവിടെ കൊടുത്തിരിക്കുന്നു. നമ്മളിതിന് ഉത്തരം കണ്ടെത്തണം. 9 സംസ്ഥാനങ്ങളിലൂടെയാണ് ഇന്ത്യയുടെ തീരപ്രദേശം കടന്നു പോകുന്നത്. എത്രയാ? 9. ഏതൊക്കെ സ്റ്റേറ്റ്സ് ആണ്? ഒഡീഷ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെയാണ് ആ സംസ്ഥാനങ്ങൾ എന്നുള്ളത് നമുക്ക് നോക്കാം. 1 ഒഡീഷ. ഒഡീഷ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. പിന്നെയോ ബംഗാൾ ഉണ്ട് അല്ലേ? വെസ്റ്റ് ബംഗാൾ ഉണ്ട്. പിന്നെ ആന്ധ്രാപ്രദേശ് ഉണ്ട്. ഷോർട്ടാക്കിയിട്ട് എഴുതുന്നത്. ആന്ധ്രാപ്രദേശ് ഉണ്ട്, തമിഴ്നാടുണ്ട്, കേരളമുണ്ട്, കർണാടകയുണ്ട്. പിന്നെ ഗോവയുണ്ട്, മഹാരാഷ്ട്രയുണ്ട്. ഗോവ, മഹാരാഷ്ട്ര, ഗുജറാത്ത്. ഇങ്ങനെ 9 സംസ്ഥാനങ്ങളിലൂടെയാണ് ഇന്ത്യയുടെ തീരപ്രദേശം കടന്നു പോകുന്നത്. എത്ര കിലോമീറ്ററാണ് ഇന്ത്യയുടെ തീരപ്രദേശത്തിന്റെ നീളം എന്ന് ചോദിച്ചാൽ അത് 6100 കിലോമീറ്റർ ആണ്. എത്രയാണ്? 6100 കിലോമീറ്റർ. 9 സംസ്ഥാനങ്ങൾ. ഓക്കെ, ഇനി എവിടെ മുതലാണ് ഇന്ത്യയുടെ തീരപ്രദേശം തുടങ്ങുന്നത്? എവിടെയാണ് അവസാനിക്കുന്നത്? ഗുജറാത്തിലെ റാൻ ഓഫ് കച്ചിൽ നിന്നും തുടങ്ങുന്നു. ഗംഗ ബ്രഹ്മപുത്ര ഡെൽറ്റ പ്രദേശം, അതായത് ബംഗാളിൻ്റെയൊക്കെ ആ ഭാഗം വരെ ഗംഗ ബ്രഹ്മപുത്ര ഡെൽറ്റ പ്രദേശം വരുന്ന ഇന്ത്യയുടെ തീരപ്രദേശത്തിന് 6100 കിലോമീറ്റർ നീളമുണ്ട്. എവിടെയാണ് തുടങ്ങുന്നത്? ഗുജറാത്തിലെ റാൻ ഓഫ് കച്ചിൽ തുടങ്ങുന്നു. ഗംഗ ബ്രഹ്മപുത്ര ഡെൽറ്റ പ്രദേശം വരെ നീളുന്നു. 6100 കിലോമീറ്റർ നീളമാണ് ഈ തീരപ്രദേശത്തിന് ഉള്ളത്. ഇനി പടിഞ്ഞാറൻ തീരസമതലം എന്നും കിഴക്കൻ തീരസമതലം എന്നും ഇന്ത്യയുടെ തീരസമതലത്തെ നമുക്ക് 2ആയി തരം തിരിക്കാം. ഏതാണ്? പടിഞ്ഞാറൻ തീരസമതലം, കിഴക്കൻ തീരസമതലം. പടിഞ്ഞാറൻ തീരസമതലം ഏത് സമുദ്രത്തിന്റെ ഭാഗമായിരിക്കും? അത് സമുദ്രമല്ല, ഏത് കടലിന്റെ ഭാഗമായിരിക്കും? അത് അറബിക്കടലിന്റെ ഭാഗമായിരിക്കും. കിഴക്കൻ തീരസമതലമോ ബംഗാൾ ഉൾക്കടലിന്റെ ഭാഗമായിരിക്കും അല്ലേ? നമ്മുടെ ഇന്ത്യയുടെ മാപ്പ് എടുക്കുമ്പോൾ നമുക്കത് മനസ്സിലാവൂല്ലേ? ഈ ഭാഗത്ത് ആരാണ്? അറബിക്കടൽ, ഈ ഭാഗത്ത് ബംഗാൾ ഉൾക്കടൽ. അപ്പോൾ പടിഞ്ഞാറാ ഭാഗത്തുള്ള അറബിക്കടലിന്റെ ഭാഗമായിട്ട് വരുന്നതാണ് പടിഞ്ഞാറൻ തീരസമതലം. കിഴക്കൻ ഭാഗത്തുള്ള ബംഗാൾ ഉൾക്കടലിന്റെ ഭാഗമായിട്ട് വരുന്നതാണ് കിഴക്കൻ തീരസമതലം. ഓക്കെ, ഇനി ഇവിടെ കൊടുത്തിരിക്കുന്ന ഒന്ന് വായിച്ചു നോക്കാം. ഞാൻ പറഞ്ഞതാണ് ഫസ്റ്റ് പോയിന്റ്. അറബിക്കടലിനും പശ്ചിമഘട്ടത്തിനും ഇടയിലാണ് പടിഞ്ഞാറൻ തീരസമതലം. ഇതാണ് അറബിക്കടൽ, ഇവിടെയാണ് പശ്ചിമഘട്ടം. അപ്പോൾ അതിൻ്റെ രണ്ടിനെയും ഇടക്കാണ് എന്ത്? പടിഞ്ഞാറൻ തീരസമതലം. എന്നാൽ കിഴക്കൻ തീരസമതലമോ ബംഗാൾ ഉൾക്കടലിനും ഇവിടെ പൂർവ്വഘട്ടം ഉണ്ടല്ലേ, പൂർവ്വഘട്ടത്തിനും ഇടയിലാണ് കിഴക്കൻ തീരസമതലം. ഓക്കെ അല്ലേ? അടുത്തതോ പടിഞ്ഞാറൻ തീരസമതലം. ഇവിടെയാണ് നമ്മുടെ റാൻ ഓഫ് കച്ച് മുതൽ ഇവിടെ കന്യാകുമാരി. ഈ റാൻ ഓഫ് കച്ച് മുതൽ ഗുജറാത്തിലെ റാൻ ഓഫ് കച്ച് മുതൽ കന്യാകുമാരി വരെയാണ് പടിഞ്ഞാറൻ തീരസമതലം. അപ്പോൾ കിഴക്കൻ തീരസമതലമോ ഈ ഭാഗത്തുള്ള സുന്ദരവന പ്രദേശം മുതൽ കന്യാകുമാരി വരെ നീളുന്നതാണ് കിഴക്കൻ തീരസമതലം. ഓക്കെ, പടിഞ്ഞാറൻ തീരസമതലത്തിന് വീതി കുറവാണ്. നമുക്ക് കാണുമ്പോൾ മനസ്സിലാവില്ലേ? ഈ പിങ്ക് ഷെയ്ഡിൽ കൊടുത്തിരിക്കുന്നതാണ് തീരസമതലം. പടിഞ്ഞാറൻ തീരസമതലത്തിന് ഇവിടെ വീതി കുറവല്ലേ? കിഴക്കിനല്ലേ കൂടുതൽ? അതെ, പടിഞ്ഞാറൻ തീരസമതലത്തിന് വീതി കുറവും കിഴക്കൻ തീരസമതലത്തിന് വീതി കൂടുതലുമാണ്. ഇനിയോ പടിഞ്ഞാറൻ തീരസമതലത്തെ നമുക്ക് പിന്നെ 3ആയിട്ട് തരംതിരിക്കാം. നമ്മൾ പറഞ്ഞു ഗുജറാത്തിലെ റാൻ ഓഫ് കച്ചിൽ നിന്ന് തുടങ്ങും. അപ്പോൾ ആ ഭാഗം വിളിക്കുന്നു നമ്മൾ ഗുജറാത്ത് തീരസമതലം. ആ ഭാഗത്തിനെ നമ്മൾ എന്താ വിളിക്കുക? ഗുജറാത്ത് തീരസമതലം. അത് കഴിഞ്ഞ് മഹാരാഷ്ട്ര, കർണാടക ആ ഭാഗങ്ങളിലൂടെയൊക്കെ വരുമ്പോൾ അതിനെ നമ്മൾ വിളിക്കും കൊങ്കൺ തീരസമതലം. എന്താണ്?
കൊങ്കൺ തീരസമതലം. ഇനി നമ്മുടെ കൊച്ചിയുടെ ഭാഗത്തേക്ക് എത്തുമ്പോൾ അതിനെ നമ്മൾ വിളിക്കുന്നു മലബാർ തീരസമതലം. അങ്ങനെ ഗുജറാത്ത് തീരസമതലം, കൊങ്കൺ തീരസമതലം, മലബാർ തീരസമതലം എന്നിങ്ങനെ മൂന്നായിട്ട് നമുക്ക് പടിഞ്ഞാറൻ തീരസമതലത്തെ തിരിക്കാം. അപ്പോൾ കിഴക്കിനെയോട് രണ്ടായിട്ട് തിരിക്കാം. അതാണ് കോറമാണ്ടൽ തീരസമതലം ആൻഡ് വടക്കൻ സിർക്കാസിസ്. കോറമാണ്ടൽ തീരസമതലം ആൻഡ് വടക്കൻ സിർക്കാസിസ്. ഇനി പടിഞ്ഞാറൻ തീരസമതലത്ത് നമുക്കറിയാം നമ്മുടെ കൊച്ചിയിലൊക്കെ കായലുകളുണ്ട് അല്ലേ? അപ്പോൾ കായലുകളും അഴിമുഖങ്ങളും കാണപ്പെടുന്നു. എന്നാൽ കിഴക്കൻ തീരസമതലത്തിൽ ഡെൽറ്റ രൂപീകരണം നടക്കുന്നു. എന്താടാ? ഡെൽറ്റ രൂപീകരണം നടക്കുന്നു. അപ്പോൾ ഈ ടേബിള് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്തായാലും പഠിക്കണം. അങ്ങോട്ടും ഇങ്ങോട്ടും പോയിന്റ്സ് മാറിപ്പോവാതെ പഠിക്കണം. ഇനി ഇതിൽ നമുക്ക് പഠിക്കാനുള്ളത് തീരപ്രദേശങ്ങളിൽ കാണപ്പെടുന്ന മണ്ണ് ഇനം ഏതാണ് എന്നുള്ളതാണ്. അപ്പോൾ തീരപ്രദേശങ്ങളിൽ കാണുന്നത് എക്കൽ മണ്ണാണ്. തീരപ്രദേശങ്ങളിൽ കാണുന്ന മണ്ണ് ഏതാടാ? അത് എക്കൽ മണ്ണാണ്. പിന്നെയോ നെല്ല്, തെങ്ങ് എന്നീ വിളകളാണ് കൂടുതലായിട്ടും തീരപ്രദേശത്ത് കൃഷി ചെയ്യുന്നത്. നെല്ല്, തെങ്ങ് എന്നീ വിളകൾ. ഓക്കെ അല്ലേ? ഓക്കെ. പിന്നെ ഇവിടെ എടുത്തു പറഞ്ഞിട്ടുണ്ട് കിഴക്കൻ തീരപ്രദേശത്ത് ഡെൽറ്റകളാണ്, പടിഞ്ഞാറൻ തീരപ്രദേശത്ത് ഡെൽറ്റകളല്ല, കായലുകളും അഴിമുഖങ്ങളുമാണ്. അത് ഓർത്തിരിക്കണം. ഓക്കെ അല്ലേ? അപ്പോൾ നിക്ഷേപണ പ്രവർത്തനങ്ങൾ കൂടുതൽ നടക്കുന്നത് ഏതിലാണ്? കിഴക്കൻ തീരത്താണ് അല്ലേ? നമുക്കറിയാം ഉപദ്വീപീയ നദികളിൽ മെയിനായിട്ട് 2 മാത്രമേ പടിഞ്ഞാറ് പ്രദേശത്തിലോട്ട് പോകുന്നുള്ളൂ. ഏതൊക്കെയാ അത്? നർമ്മദയും താപ്തിയും. കൂടുതൽ നദികളും എവിടെയാണ് പോകുന്നത്? ബംഗാൾ ഉൾക്കടൽ ഭാഗത്തോട്ട് കിഴക്കോട്ടേക്കാണ് പോകുന്നത്. അതുകൊണ്ടാണ് അവിടെ നിക്ഷേപണ പ്രവർത്തനങ്ങൾ കൂടുതലും ഡെൽറ്റകൾ രൂപം കൊള്ളുന്നതും. മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ അല്ലേ? ഇനി നമുക്ക് തീരപ്രദേശത്തെ കുറിച്ചാണ് ഇപ്പൊ നമ്മൾ ഇത്ര നേരം പറഞ്ഞത്. ഇനി നമുക്ക് പറയാനുള്ളത് ദ്വീപുകളെ കുറിച്ചാണ്. എന്താണ്? ദ്വീപുകളെ കുറിച്ച്. കൊച്ചിയിൽ നിന്നും ലക്ഷദ്വീപിലേക്ക് എത്ര കിലോമീറ്റർ ഉണ്ടെന്നാ പറയുന്നത്? 300 കിലോമീറ്റർ ഉണ്ട്. ആൻഡ് ലക്ഷദ്വീപ് ഏത് കടലിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന് ഇവിടെ കൊടുത്തിരിക്കുന്നു. അറബിക്കടലിലാണ്. എവിടെയാടാ? ലക്ഷദ്വീപ് സ്ഥിതി ചെയ്യുന്നത് അറബിക്കടലിലാണ്. ഓക്കെ. ഇതിൽ ടോട്ടൽ എത്ര ദ്വീപുകളാണ് അറബിക്കടലിലുള്ളത്? 36 ദ്വീപുകളാണ് ഈ അറബിക്കടലിലുള്ളത്. 36 ദ്വീപുകളിലാണ്. അതിൽ 11 ദ്വീപുകളിൽ മാത്രമേ ജനവാസമുള്ളൂ. ടോട്ടൽ 36 ദ്വീപുകൾ ഉണ്ട് എന്നുണ്ടെങ്കിലും അതിൽ 11 മാത്രമേ ജനവാസമുള്ളൂ. ഓക്കെ അല്ലേ? പ്രധാന ദ്വീപുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് വായിക്കുക. ചോദിച്ചൊന്നും കണ്ടിട്ടില്ല. ബംഗാരം, കടമത്ത്, മിനിക്കോയ്, കവരത്തി, അഗത്തി, ആന്ത്രോത്ത്, കൽപ്പേനി, അമിനിദിവി, ചെതിലാത്ത്, ബിത്ര, കിൽത്താൻ. ഇതാണ് പ്രധാനപ്പെട്ട ദ്വീപുകൾ. ഇതിൽ ലക്ഷദ്വീപിന്റെ തലസ്ഥാനം ഏതാടാ? ഏതാണ് ലക്ഷദ്വീപിന്റെ തലസ്ഥാനം? അത് കവരത്തിയാണ്. കവരത്തിയാണ് ലക്ഷദ്വീപിന്റെ തലസ്ഥാനം. ഓക്കെ അല്ലേ? വലുത് ഏതാണ്? വലുതാണ് ആന്ത്രോത്ത്. ആന്ത്രോത്ത് എന്ന് പറയുന്നത് വലുതും തലസ്ഥാനം കവരത്തിയുമാണ്. ആന്ത്രോത്താണ് വലുത് കേട്ടോ. ആന്ത്രോത്താണ് വലുത്. ഓക്കെ അല്ലേ? ഇനി ജനവാസമുള്ള ദ്വീപുകൾ 11 പറഞ്ഞല്ലോ. ആ ജനവാസമുള്ള ദ്വീപുകളിൽ ഏറ്റവും ചെറുത് ബിത്രയാണ്. ജനവാസമുള്ള ദ്വീപുകളിൽ ഏറ്റവും ചെറുത് ബിത്ര, ഏറ്റവും വലിയ ദ്വീപ് ആന്ത്രോത്ത്, ആൻഡ് അതിന്റെ തലസ്ഥാനം എന്ന് പറയുന്നത് കവരത്തിയാണ്. സെറ്റ് അല്ലേ? ഓക്കെ. ഇനി അടുത്ത പേജ് നോക്കാം. ലഗൂണുകളും മണൽ തീരങ്ങളും പവിഴപ്പിറ്റുകളുമാണ് ലക്ഷദ്വീപ് സമൂഹത്തിന്റെ പ്രത്യേകത. എന്തൊക്കെയാണെടാ? ലഗൂൺ ഇവിടെ പിക്ചറിൽ കൊടുത്തിരിക്കുന്നു. ഇതാണ് ലഗൂൺ അല്ലേ? ലഗൂണുകള്, മണൽ തീരങ്ങൾ, പവിഴപ്പുറ്റുകൾ. ഇതാണ് ഇതിന്റെ പ്രത്യേകത. കൃഷി കുറവാണ്. പിന്നെ ഇവിടെ എന്തിനെയാണ് ലക്ഷദ്വീപുകാർ കൂടുതൽ ആശ്രയിക്കുന്നത്? അത് മത്സ്യബന്ധനത്തെയും വിനോദസഞ്ചാരത്തെയുമാണ്. ഓക്കെ അല്ലേ? ഓക്കെ. ഇപ്പൊ നമ്മൾ ലക്ഷദ്വീപ് പറഞ്ഞതുപോലെ അടുത്ത ഒരു ദ്വീപ സമൂഹമാണ് ആൻഡമാൻ നിക്കോബാർ ദ്വീപ സമൂഹം അല്ലെ? ആൻഡമാൻ നിക്കോബാർ. ലക്ഷദ്വീപ് ഏത് കടലിലാണെന്ന് നമ്മൾ പറഞ്ഞത്? അറബിക്കടലിലാണ്. ഇനി ആൻഡമാൻ നിക്കോബാറോ? ആൻഡമാൻ നിക്കോബാർ ദ്വീപ സമൂഹം ബംഗാൾ ഉൾക്കടലിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം 200 ദ്വീപുകൾ ആൻഡമാൻ ദ്വീപിലുണ്ട്. 19 ദ്വീപുകൾ നിക്കോബാർ ദ്വീപിലുണ്ട്. അങ്ങനെ 219 ദ്വീപുകളാണ് ടോട്ടൽ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ എന്നറിയപ്പെടുന്നത്. എങ്ങനെയാ പറഞ്ഞത്? എന്തൊക്കെയാ പോയിന്റ്സ്? ബംഗാൾ ഉൾക്കടലിലാണ് ആൻഡമാൻ നിക്കോബാർ ദ്വീപ സമൂഹമുള്ളത്. ആൻഡമാൻ ദ്വീപുകളിൽ 200 എണ്ണവും നിക്കോബാർ ദ്വീപുകളിൽ 19 എണ്ണവുമാണ് ടോട്ടൽ ഉള്ളത്. ഇതിൽ ഭൂരിഭാഗത്തും എന്തില്ലടാ? ജനവാസമില്ല. ഓക്കെ. ഇന്ത്യയിലെ ഏക അഗ്നിപർവ്വതം ഈ ആൻഡമാൻ നിക്കോബറിലെ ഭാരൻ ദ്വീപിലാണുള്ളത്. ഇന്ത്യയിലെ ഏക അഗ്നിപർവ്വതം ഈ ദ്വീപ സമൂഹത്തിലെ ഭാരൻ ദ്വീപിലാണുള്ളത്. എവിടെയാണ് ഈ ആൻഡമാൻ നിക്കോബാറിന്റെ തലസ്ഥാനം? അത് പോർട്ട് ബ്ലെയർ ആണ്. പോർട്ട് ബ്ലെയർ ആണ് ആൻഡമാൻ നിക്കോബാർ ദ്വീപ സമൂഹത്തിന്റെ തലസ്ഥാനം.
നിക്കോബാർ ദ്വീപുകളുടെ തെക്കേ അറ്റമായ ഇന്ദിര പോയിന്റ്, ഇന്ത്യയുടെ തെക്കേ അറ്റമായി കണക്കാക്കുന്ന ഭാഗം ഏത്? ഓൾറെഡി നമ്മൾ PYQ സെഷനിൽ പറഞ്ഞിട്ടുള്ളതാണ്. ഇന്ദിര പോയിന്റ്, ഇന്ത്യയുടെ തെക്കേ അറ്റമായി കണക്കാക്കുന്നത് ഇന്ദിര പോയിന്റ് ആണ്. അത് നിക്കോബാർ ദ്വീപുകളുടെ തെക്കേ അറ്റമാണ്. നിക്കോബാർ ദ്വീപുകളുടെ തെക്കേ അറ്റമായ ഇന്ദിര പോയിന്റ് ആണ് ഇന്ത്യയുടെ തെക്കേ അറ്റമായി കണക്കാക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ചാപ്റ്ററിൽ നമ്മൾ ഇന്ത്യയുടെ വൈവിധ്യങ്ങളെ അല്ലെങ്കിൽ ഇന്ത്യയുടെ ഭൂപ്രകൃതി വിഭാഗങ്ങളെ 5ആയിട്ട് തരംതിരിക്കാമെന്ന് പഠിച്ചു. ഏതൊക്കെയാണ്? ഉത്തരപർവ്വത മേഖല, ഉത്തര മഹാസമതലം, ഉപദ്വീപീയ പീഠഭൂമി, തീര സമതലങ്ങൾ ആൻഡ് ദ്വീപുകൾ. ഇങ്ങനെ 5 ഭൂപ്രകൃതി വിഭാഗങ്ങളായി ഇന്ത്യയെ തരംതിരിക്കാം എന്ന് നമ്മൾ പഠിച്ചു. ഇനി ഇതിൽ പറയാനുള്ളത് ഇന്ത്യയുടെ കാലാവസ്ഥയെക്കുറിച്ചാണ്. ഇന്ത്യയിലെ കാലാവസ്ഥ. ഓക്കെ, ഇന്ത്യയിൽ എല്ലാ സ്ഥലത്തും ഒരുപോലെ അല്ല ഓരോ സമയങ്ങളിൽ കാലാവസ്ഥ അനുഭവപ്പെടുന്നത്, അല്ലെ? ഓരോ സമയത്തും വ്യത്യാസമുണ്ട്. നോർത്തിൽ അനുഭവപ്പെടുന്ന കാലാവസ്ഥ ആയിരിക്കില്ല അതേസമയം സൗത്തിൽ അനുഭവപ്പെടുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ഈ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്നുള്ളത് ചോദിക്കാറുണ്ട്, അത് പഠിക്കണം. ഇന്ത്യയുടെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ: ഒന്ന് അക്ഷാംശീയ സ്ഥാനം, മറ്റൊന്ന് ഭൂപ്രകൃതി, സമുദ്ര സാമീപ്യം, സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം. എന്തൊക്കെയാണ്? അക്ഷാംശീയ സ്ഥാനം, ഭൂപ്രകൃതി, സമുദ്ര സാമീപ്യം, സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം. ഇനി ഇന്ത്യയിലെ ഋതുക്കളെ നമുക്ക് പൊതുവായി 4ആയിട്ട് തരംതിരിക്കാം. ശൈത്യകാലം, ഉഷ്ണകാലം, തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലം, മൺസൂണിന്റെ പിൻവാങ്ങൽ കാലം അഥവാ വടക്കു കിഴക്ക് മൺസൂൺ കാലം. ഇന്ത്യയിലെ ഋതുക്കളെ എത്രയായിട്ട് തരംതിരിക്കാം? 4ആയി തരംതിരിക്കാം. ശൈത്യകാലം, ഉഷ്ണകാലം, തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലം, മൺസൂണിന്റെ പിൻവാങ്ങൽ കാലം. ഇന്ത്യയിലെ ഋതുക്കളിൽ ആദ്യമായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് ശൈത്യകാലത്തെ കുറിച്ചാണ്. ശൈത്യകാലം, അല്ലെ? ഇവിടെ ചിത്രം കൊടുത്തിട്ടുണ്ട്. ഡിസംബർ, ജനുവരി, ഫെബ്രുവരി. ഡിസംബർ ടു ഫെബ്രുവരി ആണ് ഇന്ത്യയിൽ പ്രധാനമായിട്ട് ശൈത്യകാലം ഉള്ളത്. ഡിസംബർ മുതൽ ഫെബ്രുവരി വരെയാണ് പ്രധാന ശൈത്യകാലം, അല്ലെ? എന്താണ് ശൈത്യകാലത്തെ കുറിച്ച് ടെക്സ്റ്റ് പറഞ്ഞിട്ടുള്ളതെന്ന് നമുക്ക് നോക്കാം. സൂര്യന്റെ ദക്ഷിണായന കാലത്താണ് ഇന്ത്യയിൽ ശൈത്യകാലം അനുഭവപ്പെടുന്നത്. ഏത് സമയത്താണ്? സൂര്യന്റെ ദക്ഷിണായന കാലത്ത്. ഉത്തരായന കാലത്തല്ല, ദക്ഷിണായന കാലത്ത്. സൂര്യന്റെ ദക്ഷിണായന കാലത്താണ് ഇന്ത്യയിൽ ശൈത്യകാലം അനുഭവപ്പെടുന്നത്. ഓക്കെ, ശൈത്യകാലം ഉണ്ടാകുമ്പോൾ, ശൈത്യകാലങ്ങളിൽ നമുക്കറിയാം ഇന്ത്യയിൽ പല ഭാഗങ്ങളിലും ഭയങ്കര മഞ്ഞുവീഴ്ച ഉണ്ടാവാറുണ്ട്. ഹിമാലയത്തിന്റെ താഴ്വരകളിൽ ഭയങ്കര രീതിയിൽ മഞ്ഞുവീഴ്ച ഉണ്ടാവാറുണ്ട്. ഇനി ഇവിടെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്, ഒരു ഗ്രാഫ് കൊടുത്തിട്ടുണ്ട്. ഗ്രാഫ് അല്ല, ഒരു ഇന്ത്യയുടെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ശ്രദ്ധിക്കുക. നമുക്ക് ഈ ഉത്തരേന്ത്യൻ പ്രദേശങ്ങളിൽ ശൈത്യകാലത്തെ ഉത്തരേന്ത്യൻ പ്രദേശങ്ങളിൽ ഉള്ള താപനിലയാണ്, അതായത് പകൽ സമയത്തുള്ള ടെമ്പറേച്ചർ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, 13 ഡിഗ്രി സെൽഷ്യസ്. അതേ സമയത്ത് ഇന്ത്യയുടെ തെക്ക് പ്രദേശങ്ങളിൽ, അതായത് സൗത്ത് ഇന്ത്യയിൽ കൊടുത്തിരിക്കുന്ന ടെമ്പറേച്ചർ 24, 25 എന്നുള്ള ഒരു നമ്പറാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കിയാൽ മനസ്സിലാകും ഉത്തരേന്ത്യയിൽ എന്ത് കുറവാണ്? ഉത്തരേന്ത്യയിൽ ചൂട് കുറവാണ്, അല്ലെ? പക്ഷേ സൗത്ത് ഇന്ത്യയിലോട്ട് വരുമ്പോഴോ ചൂട് കൂടുതലാണ്, അല്ലെ? ഇപ്പൊ ജനുവരി എന്ന് പറയുന്ന മാസത്തെ വ്യത്യസ്ത പ്രദേശങ്ങളിൽ അനുഭവപ്പെടുന്ന ശരാശരി പകൽ ചൂടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. താപനില തെക്കുനിന്ന് വടക്കോട്ടേക്ക് പോകുമ്പോൾ എന്താവുന്നു? താപനില തെക്ക് നിന്ന് വടക്കോട്ടേക്ക് പോകുമ്പോൾ കുറഞ്ഞു വരുന്നതാണ് നമ്മൾ കാണുന്നത്. എന്തുകൊണ്ടാണ് താപനില ഇങ്ങനെ തെക്ക് നിന്ന് വടക്കോട്ടേക്ക് പോകുമ്പോൾ കുറഞ്ഞു വരുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം, അല്ലെ? അത് ബുക്കിൽ കൊടുത്തിട്ടില്ല, പറയാം. അതായത് നമ്മുടെ കടൽ എന്ന് പറയുന്നത്, സമുദ്രം എന്ന് പറയുന്നത്, സമുദ്രം ചൂടാവാൻ ഭയങ്കര സമയമെടുക്കും. സമുദ്രം സൂര്യരശ്മികളേറ്റ് സൂര്യന്റെ ചൂടേറ്റ് ചൂടാവാൻ ഒരുപാട് സമയമെടുക്കും. അതുപോലെ തന്നെ സമുദ്രം തണുക്കാനും എന്തെടുക്കടാ? സമുദ്രം തണുക്കാനും ഒരുപാട് സമയമെടുക്കും. പക്ഷെ നമ്മുടെ കരഭാഗം അങ്ങനെയല്ല. സമുദ്രത്തെ അപേക്ഷിച്ച് കരഭാഗം പെട്ടെന്ന് ചൂടാവുകയും പെട്ടെന്ന് തണുക്കുകയും ചെയ്യും. സമുദ്രം സാവധാനമേ ചൂടാവുകയുള്ളൂ, സാവധാനമേ തണുക്കുകയുള്ളൂ. മനസ്സിലായോ? അപ്പോൾ ഒരിക്കലും സമുദ്രം എന്ന് പറയുന്നത് ഭയങ്കര ചൂടിലും ആയിരിക്കൂല, ഭയങ്കര തണുപ്പിലും ആയിരിക്കൂല. സമുദ്രം എപ്പോഴും എങ്ങനെയായിരിക്കും? ഒരു മിതമായ ചൂടിലും മിതമായ തണുപ്പിലും ആയിരിക്കും ഉണ്ടാവുക. ഭയങ്കരമായിട്ട് ചൂട് പിടിക്കുകയില്ല, ഭയങ്കരമായിട്ട് തണുക്കുകയുമില്ല. കാരണം സമുദ്രം സാവധാനമാണ് ചൂട് പിടിക്കുന്നത്, സമുദ്രം സാവധാനമാണ് തണുക്കുന്നത്. അങ്ങനെ ആയതുകൊണ്ട് തന്നെ സമുദ്രത്തിന് മുകളിലുള്ള എയർ, വായു എന്ന് പറയുന്നതും ഒരിക്കലും ഭയങ്കര ചൂടുള്ളതോ ഭയങ്കര തണുപ്പുള്ളതോ ആവില്ല, മിതമായിരിക്കും. മനസ്സിലായില്ലേ? എന്നാൽ സമുദ്രത്തിൽ നിന്നും മുകളിലേക്ക് പോകുന്തോറും, സമുദ്ര സാമീപ്യമുള്ളിടത്താണ് ഇങ്ങനെ
എന്താവാത്തത്? സമുദ്രം പെട്ടെന്ന് തണുക്കാത്തത്, പെട്ടെന്ന് ചൂട് പിടിക്കാത്തത്. പക്ഷെ സമുദ്ര സാമീപ്യം ഇല്ലാത്ത പ്രദേശങ്ങളിൽ അങ്ങനെയല്ല. അതുകൊണ്ടാണ് ഈ ജനുവരി എന്ന് പറയുന്ന മാസം, അല്ലെങ്കിൽ ഏത് മാസം എടുത്താലും നമുക്ക് സമുദ്രത്തോട് ചേർന്ന പ്രദേശങ്ങളിൽ ചൂട് കൂടുതലായും സമുദ്രത്തിൽ നിന്നും അകലെയുള്ള പ്രദേശങ്ങളിൽ ചൂട് കുറവായും കാണപ്പെടുന്നത്. സമുദ്രം പെട്ടെന്ന് തണുക്കില്ല, അതുകൊണ്ട് സമുദ്രത്തിനോടടുത്തുള്ള വായുവും പെട്ടെന്ന് തണുക്കില്ല. അതുകൊണ്ടാണ് ഇവിടെ ഈ ടെമ്പറേച്ചർ. മനസ്സിലായോ? മുകളിലേക്കൊക്കെ പോകുമ്പോൾ സമുദ്രം ഉണ്ടോ? ഇല്ല, സമുദ്രം ഇല്ല. അപ്പൊ ചൂടുണ്ടോ? അപ്പൊ വായുവിന് ചൂടില്ല. അതുകൊണ്ട് തന്നെ അവിടെ ടെമ്പറേച്ചർ പെട്ടെന്ന് താഴുന്നു. മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ശൈത്യകാലത്ത് ഉത്തരേന്ത്യയിൽ പകൽ സമയത്ത് മിതമായ ചൂടും രാത്രി കാലങ്ങളിൽ അതിശൈത്യവുമാണ് ഉണ്ടാവുക. മണാലി, ഷിംല എന്നീ പ്രദേശങ്ങളിൽ ഈ കാലത്ത് മഞ്ഞുവീഴ്ച ഉണ്ടാകും. ഇനി ശൈത്യകാലത്ത് ഉള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രക്രിയയാണ് പശ്ചിമ അസ്വസ്ഥത എന്ന് പറയുന്നത്. PSCക്ക് വളരെ ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ് പശ്ചിമ അസ്വസ്ഥത. എന്താണ് പശ്ചിമ അസ്വസ്ഥത? ആദ്യം മനസ്സിലാക്കേണ്ടത് ഇത് ശൈത്യകാലത്ത് വരുന്നതാണ്. ശൈത്യകാലവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ടേമാണ് പശ്ചിമ അസ്വസ്ഥത. അങ്ങനെ തന്നെ PSC ചോദിക്കാറുണ്ട്. അപ്പൊ പശ്ചിമ അസ്വസ്ഥത എന്ന് പറഞ്ഞാൽ ശൈത്യകാലത്ത് മെഡിറ്ററേനിയൻ കടലിൽ രൂപം കൊള്ളുന്ന ന്യൂനമർദ്ദം ഇന്ത്യയിലേക്ക് വരുന്നതാണ്. ശൈത്യകാലത്ത് മെഡിറ്ററേനിയൻ കടലിൽ രൂപം കൊള്ളുന്ന ന്യൂനമർദ്ദം ഇന്ത്യയിലേക്ക് എത്തുന്നതിനെയാണ് പശ്ചിമ അസ്വസ്ഥത എന്ന് വിളിക്കുന്നത്. ഈ പശ്ചിമ അസ്വസ്ഥത ഉത്തര മഹാസമതല പ്രദേശങ്ങളിൽ, പ്രത്യേകിച്ച് പഞ്ചാബിലൊക്കെ ശൈത്യകാല മഴ ലഭിക്കുന്നത് കാരണമാകുന്നു. ഈ ശൈത്യകാല മഴ ലഭിച്ചാൽ എന്താ അതിന്റെ ഗുണം? ശൈത്യകാല മഴ ലഭിച്ചാൽ അത് ശൈത്യകാല വിളകൾക്ക് വളരെയധികം നല്ലതാണ്. ഇനി എങ്ങനെയാണ് ഈ പശ്ചിമ അസ്വസ്ഥത ഇന്ത്യയിലേക്ക് വരുന്നത്? അത് ജെറ്റ് പ്രവാഹങ്ങൾ വഴിയാണ്. എന്താണ്? ജെറ്റ് പ്രവാഹങ്ങൾ വഴി. എന്താണ് ജെറ്റ് പ്രവാഹങ്ങൾ? ട്രോപ്പോപാസിലൂടെയുള്ള അതിശക്തമായ വായുവിന്റെ പ്രവാഹമാണ് ജെറ്റ് പ്രവാഹങ്ങൾ. എന്താണ്? ട്രോപ്പോപാസിലൂടെയുള്ള അതിശക്തമായ വായുവിന്റെ പ്രവാഹമാണ് ജെറ്റ് പ്രവാഹങ്ങൾ. ട്രോപ്പോപാസ് എന്ന് പറയുന്നത് എന്താ? നമ്മൾ അന്തരീക്ഷ മണ്ഡലത്തെ വിവിധ ലെയേഴ്സ് ആയിട്ട് തിരിക്കും. അതിന്റെ ഏറ്റവും താഴെയുള്ള ലെയർ ആണ് ട്രോപ്പോപാസ്. ട്രോപ്പോസ്ഫിയർ, അതിന്റെ തൊട്ടുമുകളിലുള്ളതാണ് സ്ട്രാറ്റോസ്ഫിയർ. ഒന്ന് കാണിച്ചു തരാം. ഇങ്ങനെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ താഴെയുള്ളതാണ് ട്രോപ്പോസ്ഫിയർ, അത് കഴിഞ്ഞിട്ടുള്ളതാണ് സ്ട്രാറ്റോസ്ഫിയർ. ഓക്കെ, ഇതിന്റെ രണ്ടിലെയും ഇടയിലുള്ള പാസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ട്രോപ്പോപാസ് എന്ന് വിളിക്കുക. അപ്പൊ ട്രോപ്പോപാസിലൂടെയുള്ള അതിശക്തമായ വായുപ്രവാഹമാണ് ജെറ്റ് പ്രവാഹം. ആ ജെറ്റ് പ്രവാഹമാണ് പശ്ചിമ അസ്വസ്ഥതയെ ഇന്ത്യയിലേക്ക് എത്തിക്കുന്നത്. പശ്ചിമ അസ്വസ്ഥത എന്ന് പറയുന്നത് ഒരു ശൈത്യകാലവുമായി ബന്ധപ്പെട്ട ഒരു പ്രതിഭാസമാണ്. ഇത്രയും കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് ഓർത്തിരിക്കണം. ഇനി നമുക്ക് പറയാനുള്ളത് ഉഷ്ണകാലത്തെ കുറിച്ചാണ്. നമ്മൾ പറഞ്ഞു ഇന്ത്യയിൽ ശൈത്യകാലം അനുഭവപ്പെടുന്നത് സൂര്യന്റെ ദക്ഷിണായന കാലത്താണ്. അങ്ങനെയാണെങ്കിൽ എപ്പോഴാണ് ഇന്ത്യയിൽ ഉഷ്ണകാലം അനുഭവപ്പെടുന്നത്? ഇന്ത്യയിൽ ഉഷ്ണകാലം അനുഭവപ്പെടുന്നത് സൂര്യന്റെ ഉത്തരായന കാലത്താണ്. ഇതാണ് ഫസ്റ്റ് പോയിന്റ്. എന്താണ്? ഇന്ത്യയിൽ സൂര്യന്റെ ഉത്തരായന കാലത്താണ് ഉഷ്ണകാലം അനുഭവപ്പെടുന്നത്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ പകലിലുള്ള ടെമ്പറേച്ചർ എടുത്തു നോക്കുമ്പോൾ തീരപ്രദേശങ്ങളെ അപേക്ഷിച്ച് ഉത്തരേന്ത്യയിൽ ഊഷ്മാവ് കൂടുതലായിരിക്കും. എന്തുകൊണ്ടാണെന്ന് നിങ്ങൾ ഇങ്ങോട്ട് പറഞ്ഞു തരണം. ഞാൻ ഓൾറെഡി അതിന്റെ കാരണം പറഞ്ഞു തന്നു. തീരപ്രദേശങ്ങളെ അപേക്ഷിച്ച് ഉത്തരേന്ത്യയിൽ ഊഷ്മാവ് കൂടുന്നത് എന്തുകൊണ്ട് ഞാൻ പറഞ്ഞു. തീരപ്രദേശം അഥവാ സമുദ്ര സാമീപ്യമുള്ള സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ സമുദ്രങ്ങളിൽ സാവധാനം മാത്രമേ എന്ത് ആവുള്ളൂ? സമുദ്രം ചൂട് പിടിക്കുകയുള്ളൂ. എന്ന് പറഞ്ഞാൽ സമുദ്രവും അതിനോട് ബന്ധപ്പെട്ട് കിടക്കുന്ന വായുവും എങ്ങനെ ചൂട് പിടിക്കുള്ളൂടാ? പതുക്കെ ചൂട് പിടിക്കുള്ളൂ. പക്ഷെ ഉത്തരേന്ത്യ എന്ന് പറയുമ്പോൾ സമുദ്രത്തിൽ നിന്ന് ഒരുപാട് അകലെയാണല്ലേ, തീരപ്രദേശമില്ല. ഉത്തരേന്ത്യ കരഭാഗമാണ്. കരഭാഗം എന്ത് ചെയ്യും? പെട്ടെന്ന് ചൂട് പിടിക്കും. പെട്ടെന്ന് ചൂട് പിടിക്കുന്നത് കൊണ്ട് അവിടെ ഊഷ്മാവ് കൂടുതലായിരിക്കും. ഉഷ്ണകാലത്ത് ഉത്തരേന്ത്യയിൽ ഊഷ്മാവ് കൂടുതലും ദക്ഷിണേന്ത്യൻ പ്രദേശങ്ങളിൽ, തീരപ്രദേശങ്ങളിൽ ഊഷ്മാവ് കുറവുമായിരിക്കും. മനസ്സിലായല്ലോ? ഉഷ്ണകാലത്ത് രാജ്യത്ത് ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്നത് രാജസ്ഥാന്റെ പടിഞ്ഞാറ് ഭാഗമായ ഭാമർ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഏതാണ്? ഭാമർ എന്ന സ്ഥലത്ത്. ഉഷ്ണകാലത്തെ പ്രാദേശിക വാദങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇമ്പോർട്ടന്റ് ആണ്. ലൂ, മാംഗോ ഷവേഴ്സ്. ഒരു കാൽവൈശാഖിയും കൂടെ ഉണ്ട്, താഴോട്ട് വരുമ്പോൾ പറഞ്ഞുതരാം. അപ്പൊ ഉഷ്ണകാലത്തുള്ള പ്രാദേശിക വാദങ്ങളാണ് ലൂ, മാംഗോ ഷവേഴ്സ് എന്നുള്ളത്. ഇതിൽ കൂടാതെ നമ്മൾ ഒന്നുകൂടെ പറയും കാൽവൈശാഖി. ഇതൊക്കെ എന്താണ് ഇതൊക്കെ? ഉഷ്ണകാലവാദങ്ങളാണ്. ഉഷ്ണകാലത്ത് വീശുന്ന കാറ്റുകളാണ്. എന്താണ് കാൽവൈശാഖി? ലൂ എന്ന് പറയുന്നത് ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ വീശുന്നതാണ്. കാൽവൈശാഖിയോ? കാൽവൈശാഖി പശ്ചിമ ബംഗാളിൽ അനുഭവപ്പെടുന്ന ഇടിയോട് കൂടിയ ശക്തമായ മഴയാണ് കാൽവൈശാഖി. ഉഷ്ണകാലത്ത് തന്നെയാണ്, പശ്ചിമ ബംഗാളിൽ വീശുന്നതാണ്. ഇടിയോട് കൂടിയ
ശക്തമായ മഴയാണ് കാൽവൈശാഖി. അലറുന്ന കാറ്റും ആലിപ്പഴ വീഴ്ചയും കാൽവൈശാഖിയുടെ പ്രത്യേകതകളാണ്. മനസ്സിലായല്ലോ? ഇവിടെ നോക്കിയാൽ നമ്മൾ പറഞ്ഞത് വെച്ചിട്ട് ഉത്തരേന്ത്യയിലെ ചൂട് കണ്ടോ 33, താഴോട്ട് വരുമ്പോൾ അത് 24. മനസ്സിലായല്ലേ? അപ്പോൾ തീരപ്രദേശങ്ങളിൽ സമുദ്രം ഉള്ളത് കൊണ്ടാണ് അങ്ങനെ പെട്ടെന്ന് ചൂടാവുന്നില്ല, പെട്ടെന്ന് തണുക്കുന്നില്ല. സാവധാനമേ പ്രോസസ്സ് നടക്കുന്നുള്ളത് കൊണ്ടാണ് ഇവിടെ ചൂട് കുറവ് കേട്ടോ. ഇവിടെ പെട്ടെന്ന് ചൂടാവുന്നു, അപ്പോൾ ചൂട് കൂടുതലാണ്. ആ പോയിന്റ് മനസ്സിലായി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അടുത്ത പേജിലോട്ട് പോകാം. ഇനി നമ്മൾ 2 ഋതുക്കൾ പഠിച്ചു കഴിഞ്ഞു. ശൈത്യകാലവും കഴിഞ്ഞു, ഉഷ്ണകാലവും കഴിഞ്ഞു. ഇനി നമ്മൾ പോകുന്നത് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലമാണ്. എന്താണ് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലം? ഇന്ത്യയിലെ പ്രധാന മഴക്കാലമാണ് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലം. ഏത് മാസം മുതലാണെന്നറിയാവോ? ഏത് മാസം മുതലാണ്? ജൂലൈ ടു സെപ്റ്റംബർ ആണ് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലം ഇന്ത്യയിൽ അനുഭവപ്പെടുന്നത്. ജൂലൈ ടു സെപ്റ്റംബർ ആണ് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലം. ഇന്ത്യയിലെ പ്രധാന മഴക്കാലമാണ് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലം. ഓക്കെ, മൺസൂൺ കാറ്റുകളാണ് ഇന്ത്യയിൽ തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലം ഉണ്ടാവാൻ കാരണം. മൺസൂൺ കാറ്റുകൾ ഇവിടെ കണ്ടോ? മൺസൂൺ കാറ്റുകളുടെ ഗതി കാണിച്ചിട്ടുണ്ട് ഈ ചിത്രത്തില്. മൺസൂൺ കാറ്റുകളുടെ ഗതി എവിടെ നിന്ന് എങ്ങോട്ടാണ് ഉള്ളത്? ഇന്ത്യൻ മഹാസമുദ്രം താഴെ. ഇതിന്റെ ആരോ ചിഹ്നം കണ്ടോ? താഴേന്ന് മുകളിലോട്ടേക്കല്ലേ പോകുന്നത്. അപ്പൊ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നിന്നും കരഭാഗത്തേക്കാണ് ഈ മൺസൂൺ കാറ്റുകൾ വീശുന്നത്. എവിടെ നിന്നാണ്? ഇന്ത്യയുടെ മഹാസമുദ്രത്തിൽ നിന്നും, ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നിന്നും ഇന്ത്യയുടെ കരഭാഗത്തേക്കാണ് മൺസൂൺ കാറ്റുകളുടെ സഞ്ചാരഗതി ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി സൂര്യൻ ഉത്തരാർദ്ധഗോളത്തിലായിരിക്കുമ്പോൾ ഉത്തരേന്ത്യൻ ഭാഗങ്ങളിൽ ശക്തമായ ന്യൂനമർദ്ദം രൂപം കൊള്ളുന്നു. സൂര്യൻ എന്താകുമ്പോൾ? ഉത്തരാർദ്ധഗോളത്തിലായിരിക്കുമ്പോൾ. നമ്മൾ പറഞ്ഞു സൂര്യൻ ഉത്തരാർദ്ധഗോളത്തിലായിരിക്കുമ്പോൾ ഉത്തരായന കാലത്ത് ഉത്തരേന്ത്യൻ ഭാഗങ്ങളിൽ ചൂട് കൂടുതലായിരിക്കും എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ? അപ്പൊ ഒന്നുകൂടെ പറയാം. സൂര്യന്റെ ഉത്തരായന കാലത്ത്, അതായത് സൂര്യൻ ഉത്തരാർദ്ധഗോളത്തിലായിരിക്കുമ്പോൾ, സൂര്യൻ ഉത്തരാർദ്ധഗോളത്തിലാണെന്ന് കരുതുക. ഉത്തരാർദ്ധഗോളത്തിലാകുമ്പോൾ നമ്മൾ പറഞ്ഞു ഉത്തരേന്ത്യൻ മേഖലകളിൽ നോർത്ത് ഇന്ത്യയിൽ എന്ത് കൂടുതലായിരിക്കും? നോർത്ത് ഇന്ത്യയിൽ നമ്മൾ പറഞ്ഞു ചൂട് കൂടുതലായിരിക്കും. ചൂട് കൂടുതലായിരിക്കും. ചൂട് കൂടുതൽ എന്ന് പറഞ്ഞാൽ അതിനൊരർത്ഥമുണ്ടടാ. എന്താണ് ചൂട് കൂടുതൽ എന്ന് പറഞ്ഞാൽ? അവിടുത്തെ അർത്ഥം മർദ്ദം കുറവാണെന്നാണ്. ചൂടും മർദ്ദവും ടെമ്പറേച്ചറും പ്രഷറും എപ്പോഴും ഓപ്പോസിറ്റ് റിലേഷനിലായിരിക്കും. അപ്പൊ ചൂട് കൂടുതൽ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? മർദ്ദം കുറവാണ് എന്നാണ്. അപ്പൊ ഉത്തരാർദ്ധഗോളത്തിൽ സൂര്യൻ ഇരിക്കുമ്പോൾ നോർത്ത് ഇന്ത്യയിൽ ചൂട് കൂടുതലാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? അവിടെ മർദ്ദം കുറവാണ് എന്നർത്ഥം അല്ലെ? മർദ്ദം കുറവാണ് എന്ന് പറഞ്ഞാൽ കുറയുന്ന മർദ്ദത്തിനെ നമ്മൾ എന്ത് വിളിക്കും? ന്യൂനമർദ്ദം എന്ന് വിളിക്കും. എന്താ വിളിക്കുക? ന്യൂനമർദ്ദം. മർദ്ദം കുറയുമ്പോൾ അത് ന്യൂനമർദ്ദമാണ്. അപ്പൊ സൂര്യൻ ഉത്തരാർദ്ധഗോളത്തിലായിരിക്കുമ്പോൾ ഉത്തരേന്ത്യൻ ഭാഗങ്ങളിൽ എങ്ങനത്തെ മർദ്ദം ഉണ്ടാവുക? ന്യൂനമർദ്ദമാണ് ഉണ്ടാവുക. അത് ഓർക്കാൻ പാടാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സൂര്യൻ ഉത്തരാർദ്ധഗോളത്തിൽ ഇരിക്കുമ്പോൾ ചൂട് കൂടുതലാണെന്ന് നമുക്കറിയാലോ. അറിയാം. ചൂടും മർദ്ദവും തമ്മിൽ എന്ത് റിലേഷനിലാടാ? അത് ഓപ്പോസിറ്റ് റിലേഷനിലാണ്. അപ്പൊ ചൂട് കൂടുതലാണെങ്കിൽ മർദ്ദം കുറവാണ്. മർദ്ദം കുറവുള്ളതിന് നമ്മൾ പറയും ന്യൂനമർദ്ദം. ഓക്കെ അല്ലേ? അപ്പൊ ഉത്തരാർദ്ധഗോളത്തിൽ ഈ സമയത്ത് ന്യൂനമർദ്ദമാണ്. ന്യൂനമർദ്ദം. നമുക്കറിയാം കാറ്റുകൾ എവിടെ നിന്ന് എങ്ങോട്ടേക്കാണ് വീശുക? കാറ്റുകൾ മർദ്ദം കൂടുതലുള്ള സ്ഥലത്ത് നിന്ന് മർദ്ദം കുറവുള്ള സ്ഥലത്തേക്കാണ് കാറ്റ് വീശുക. എവിടെ നിന്ന് എങ്ങോട്ടേക്കാ? മർദ്ദം കൂടുതലുള്ള സ്ഥലത്ത് നിന്ന് മർദ്ദം കുറവുള്ള സ്ഥലത്തേക്കാണ് കാറ്റ് വീശുക. അപ്പൊ നമ്മൾ പറഞ്ഞു ഉത്തരേന്ത്യൻ പ്രദേശങ്ങളിൽ ഉത്തരാർദ്ധഗോളത്തിൽ സൂര്യൻ ഉത്തരാർദ്ധഗോളത്തിലുള്ള സമയത്ത് ഇന്ത്യയിലെ കരഭാഗങ്ങളിൽ അല്ലെങ്കിൽ ഇന്ത്യയിലെ കരപ്രദേശങ്ങളിൽ എന്ത് കുറവാന്ന് നമ്മൾ പറഞ്ഞു? മർദ്ദം കുറവാണ്. ന്യൂനമർദ്ദമാണെന്ന് നമ്മൾ പറഞ്ഞില്ലേ? മർദ്ദം കുറവാണെന്ന് പറഞ്ഞു. മർദ്ദം കുറവാണെന്ന് നമുക്കൊരു കാര്യം ഉറപ്പിക്കാം. മർദ്ദം കൂടുതലുള്ള വേറെ എവിടെയോ നിന്ന് മർദ്ദം കുറവുള്ള ഇന്ത്യയിലെ കരയിലോട്ട് കാറ്റ് വീശുന്നുണ്ട്. മനസ്സിലായില്ലേ? മർദ്ദം കൂടുതലുള്ള വേറെ ഏതോ ഒരു സ്ഥലത്ത് നിന്ന് മർദ്ദം കുറവുള്ള ഇന്ത്യയുടെ കരഭാഗത്തേക്ക് കാറ്റ് വീശുന്നുണ്ട്. ആ മർദ്ദം കൂടുതലുള്ള സ്ഥലമാണ് ഏത്? നമ്മുടെ ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ ഭാഗം. ഇന്ത്യൻ മഹാസമുദ്രത്തിന് മുകളിൽ ആ സമയം എന്ത് കൂടുതലാണ്? മർദ്ദം കൂടുതലാണ് എന്ന് പറയുമ്പോൾ എന്താണ് അവിടെ? ചൂട് കുറവല്ലേ? ചൂട് കുറയുമ്പോൾ എന്ത് കൂടുതലെന്നാണ് ഞാൻ പറഞ്ഞത്? ചൂട് കുറയുമ്പോൾ മർദ്ദം കൂടുമോ? ഓപ്പോസിറ്റ് റിലേഷൻ. ഓക്കെ, അപ്പോൾ ഇന്ത്യന്റെ സൂര്യൻ ഉത്തരാർദ്ധഗോളത്തിൽ ഇരിക്കുമ്പോൾ ഉത്തരേന്ത്യൻ പ്രദേശങ്ങൾ ഇന്ത്യയുടെ കരഭാഗത്ത് എന്ത് കൂടുതലാണെന്നാണ് നമ്മൾ പറഞ്ഞത്? ചൂട് കൂടുതലാണ്. ചൂട് കൂടുതൽ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ചൂട് കൂടുതൽ എന്ന് പറഞ്ഞാൽ മർദ്ദം കുറവെന്നല്ലേ അർത്ഥം? മർദ്ദം കുറവ്. ഇനി ആ സമയത്ത് നമ്മുടെ ഇന്ത്യൻ മഹാസമുദ്രത്തിന് മുകളിൽ സമുദ്രം പെട്ടെന്ന് ചൂട് പിടിക്കുമോ? ഇല്ല. അപ്പൊ അവിടെ ചൂട് കുറവാണ്. ചൂട് കുറവെന്ന് പറയുമ്പോൾ മർദ്ദം എന്തായിരിക്കുമെടാ? ചൂട് കുറവെന്ന് പറയുമ്പോൾ അവിടെ മർദ്ദം കൂടുതലായിരിക്കും. നമുക്കറിയാം മർദ്ദം കൂടുതലുള്ള സ്ഥലത്ത് നിന്ന് മർദ്ദം കുറഞ്ഞ സ്ഥലത്തേക്കാണ് കാറ്റ് വീശുക എന്ന് പറയുമ്പോൾ ഈ മർദ്ദം കൂടുതലുള്ള ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ മുകളിൽ നിന്നും
മർദ്ദം കുറവുള്ള ഇന്ത്യയുടെ കരപ്രദേശങ്ങളിലേക്കാണ് കാറ്റ് വീശുന്നത്. മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ ഈ ഭാഗങ്ങളിൽ മർദ്ദം കൂടുതലാണ്. ഇന്ത്യയുടെ കരപ്രദേശത്ത് ഇവിടെ മർദ്ദം കുറവാണ്. മർദ്ദം കൂടുതലുള്ള ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നിന്നും മർദ്ദം കുറവുള്ള ഇന്ത്യയുടെ കരയിലേക്ക് വീശുന്ന ഈ കാറ്റുകളാണ് മൺസൂൺ കാറ്റുകൾ. ഈ കാറ്റുകൾ കാരണമാണ് ഇന്ത്യയുടെ തെക്കു പടിഞ്ഞാറൻ മൺസൂൺ ഉണ്ടാകുന്നത്. മനസ്സിലായില്ലേ? ഓക്കെ. പിന്നെ കാറ്റുകളുടെ സഞ്ചാരഗതിയെ അല്ലെങ്കിൽ കാറ്റുകളുടെ ദിശയൊക്കെ സ്വാധീനിക്കുന്ന ഒരു ഘടകമാണടാ കോറിയോലിസ് എഫക്റ്റ്, കോറിയോലിസ് പ്രഭാവം. അപ്പൊ ഈ കാറ്റ് വീശുന്നത് നമുക്കറിയാം തെക്ക് നിന്ന് മുകളിലേക്ക് വടക്കോട്ടേക്ക് വീശുന്നു, അല്ലെങ്കിൽ നമുക്കറിയാം ഇത് ഇങ്ങനെ പോകുമ്പോൾ ഈ കിഴക്കൻ ഭാഗത്തേക്കൊക്കെ ആയിരിക്കും കൂടുതലായിട്ട് ഈ കാറ്റ് പോകുക അല്ലെ, നോർത്തിലോട്ട് കിഴക്കിലോട്ട് ഇങ്ങനെയൊക്കെ ആയിരിക്കും ഈ കാറ്റ് ഇതിന്റെ ദിശ വെച്ച് പോകേണ്ടത്. പക്ഷെ കോറിയോലിസ് പ്രഭാവം എന്ന് പറയുന്ന ഒരു എഫക്റ്റ് ഉണ്ട്. ഈ കോറിയോലിസ് പ്രഭാവം കാരണം ഈ കാറ്റുകൾ ഇവർ സഞ്ചരിക്കുന്ന ദിശയുടെ വടക്കോട്ടേക്ക് ഇവർ തിരിയുന്നു, വലത്തോട്ടേക്ക് ഇവർ തിരിയുന്നു. അങ്ങനെ സഞ്ചാര ദിശയുടെ വലത്തേക്ക് ഇവർ തിരിയുന്നു. അതുകൊണ്ട് ഇത് തെക്കു പടിഞ്ഞാറൻ കാറ്റുകളായി ആ ദിശയിലേക്ക് അത് മാറുന്നു. എങ്ങോട്ടേക്കാ പോകുന്നത്? തെക്കു പടിഞ്ഞാറൻ ഭാഗങ്ങളിലേക്ക് ഈ കാറ്റുകൾ സഞ്ചരിക്കുന്നത് കൊണ്ട് ഇതിനെ നമ്മൾ വിളിക്കും തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകൾ, തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലം. എന്തുകൊണ്ടാണ് അങ്ങനെ തിരിയുന്നത്? കോറിയോലിസ് എഫക്റ്റ് ഉള്ളത് കൊണ്ടാണ്. കോറിയോലിസ് എഫക്റ്റ് ഉള്ളത് കൊണ്ടാണ് അത് എങ്ങോട്ടേക്ക് മാറുന്നത്? പടിഞ്ഞാറ് ഭാഗത്തേക്ക് മാറുന്നത്. തെക്കു നിന്ന് വരുന്ന കാറ്റുകളാണ്. അപ്പൊ അതിനെ നമ്മൾ വിളിക്കും തെക്കു പടിഞ്ഞാറൻ കാറ്റുകൾ. തെക്കു പടിഞ്ഞാറൻ കാറ്റുകളാണ് ഇന്ത്യയിൽ തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലം ഉണ്ടാവാൻ കാരണം. ഈ തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാറ്റ് അല്ലെങ്കിൽ ഈ തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകൾ നമ്മുടെ ഇന്ത്യൻ ഉപദ്വീപിന്റെ ഒരു ആകൃതി കാരണം, എങ്ങനെ ഇന്ത്യൻ ഉപദ്വീപിന്റെ ആകൃതി ഇങ്ങനെയായിരിക്കുന്നത് അല്ലെ, ഈ ആകൃതി കാരണം ഇത് രണ്ട് ശാഖകളായിട്ടാണ് കരയിലേക്ക് വരുന്നത്. ഒന്ന് നമ്മുടെ അറബിക്കടൽ ശാഖയായിട്ട് ഈ ഭാഗങ്ങളിലും മറ്റത് ബംഗാൾ ഉൾക്കടൽ ശാഖയായിട്ട് ഈ ഭാഗങ്ങളിലും, അങ്ങനെ രണ്ട് ശാഖയായിട്ട് ഇത് തിരിഞ്ഞു പോകുന്നു. ജൂൺ ആരംഭത്തോടെ ഈ അറബിക്കടൽ ശാഖ കേരളത്തിലേക്ക് എത്തുന്നു. അത് കേരളത്തിൽ വ്യാപകമായ മഴ നൽകുന്നു. കർണാടക, ഗോവ, മഹാരാഷ്ട്ര, ഗുജറാത്ത് എന്നീ സംസ്ഥാനങ്ങളുടെ പടിഞ്ഞാറൻ ഭാഗങ്ങളിലും ഇത് മഴ തരുന്നു. അപ്പൊ കേരളത്തിൽ, അതുപോലെ തന്നെ കർണാടകയിൽ, ഗോവയിൽ, മഹാരാഷ്ട്രയിൽ, ഗുജറാത്തിലൊക്കെ ശക്തമായ മഴ നൽകുന്ന മഴക്കാലം ഏതാണ് എന്ന് ചോദിച്ചാൽ അത് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലത്തിന്റെ അറബിക്കടൽ ശാഖയാണ്. തെക്കു പടിഞ്ഞാറൻ മൺസൂണിന്റെ അറബിക്കടൽ ശാഖയാണ്. ഇനിയോ ഗുജറാത്തിലൂടെ രാജസ്ഥാനിൽ പ്രവേശിക്കുന്ന ഈ മൺസൂൺ ശാഖ ആരവല്ലി പർവ്വതനിരകൾക്ക് സമാന്തരമായി കടന്നു പോകുന്നത് കൊണ്ട് രാജസ്ഥാനിൽ മഴ കാര്യമായിട്ട് ലഭിക്കുന്നില്ല. നമുക്ക് അറിയാവുന്ന കാര്യമാണ്, രാജസ്ഥാനിൽ അവിടെ ആരവല്ലി പർവ്വതനിര ഉള്ളത് കൊണ്ട് തന്നെ കാര്യമായ മഴ ലഭിക്കുന്നില്ല. മനസ്സിലായില്ലേ? ആ രാജസ്ഥാന്റെ ആ ഭാഗങ്ങൾ മഴനിഴൽ പ്രദേശങ്ങളാണ്. പർവ്വതങ്ങളുടെ പ്രതിമുഖമായ ഭാഗത്ത് മഴ ലഭിക്കില്ല, അഭിമുഖമായ ഭാഗത്ത് മാത്രമേ മഴ ലഭിക്കുന്നുള്ളൂ. മനസ്സിലായല്ലോ? ഇതാണ് എന്ത് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലം എന്ന് അറിയപ്പെടുന്നത്. ഈ തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലമാണ് നമ്മുടെ വളരെ ഫെമിലിയർ ആയിട്ട് അറിയപ്പെടുന്ന കാലവർഷം എന്നറിയപ്പെടുന്നത്. എന്താണ് കാലവർഷം എന്നറിയപ്പെടുന്നത് ഈ തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലമാണ്. കാലവർഷം. ഓക്കെ അല്ലേ? ഇപ്പൊ കേരളത്തിൽ തെക്കു പടിഞ്ഞാറൻ മൺസൂൺ മഴ എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? കാലവർഷം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. പശ്ചിമഘട്ടത്തിന്റെ കിഴക്കേ ചെരുവിൽ മഴ കുറവായിരിക്കും. എന്താണ് പശ്ചിമഘട്ടം? ഇവിടെയാണല്ലേ. കിഴക്കേ ചെരുവെന്ന് പറയുമ്പോൾ നിങ്ങൾ ഇങ്ങോട്ടേക്ക് പോകരുത്. പശ്ചിമഘട്ടത്തിന്റെ കിഴക്കേ ചെരുവിൽ മഴ കുറവായിരിക്കും. കാരണം പർവ്വതങ്ങൾക്ക് പ്രതിമുഖമായ ഭാഗങ്ങളിൽ മഴ കുറവായിരിക്കും. മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അതാണ് അറബിക്കടൽ ശാഖയെ കുറിച്ച് പറയാനുള്ളത്. ഇനി നമ്മൾ പറഞ്ഞു ബംഗാൾ ഉൾക്കടൽ ശാഖയുണ്ട് അല്ലേ. ഈ ബംഗാൾ ഉൾക്കടൽ ശാഖ ബംഗാൾ ഉൾക്കടലിൽ നിന്നും കൂടുതൽ ഈർപ്പം ആഗിരണം ചെയ്ത് സുന്ദരവനം ഡെൽറ്റ പിന്നിട്ട് പശ്ചിമ ബംഗാളിന്റെ ഭാഗത്തേക്ക് പോകുന്നു. എങ്ങോട്ടാ പോകുന്നത്? പശ്ചിമ ബംഗാളിന്റെ ഭാഗത്തേക്ക് പോയി രണ്ടായി പിരിയുന്നു. ഒന്ന് ബ്രഹ്മപുത്ര സമതലത്തിലൂടെ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലേക്ക് പോകുന്നു. അതാണ് ആ ഭാഗങ്ങളിൽ വലിയ തോതിലുള്ള മഴക്ക് കാരണമാവുന്നത്. എന്താണ് നമ്മൾ പറഞ്ഞത്? രണ്ട് ശാഖയാകും, അറബിക്കടൽ ശാഖ, ബംഗാൾ ഉൾക്കടൽ ശാഖ. അറബിക്കടൽ ശാഖയാണ് കേരളം, കർണാടക, ഗോവ, മഹാരാഷ്ട്ര ഈ സംസ്ഥാനങ്ങൾ, ഗുജറാത്ത് ഇങ്ങനെയുള്ള സംസ്ഥാനങ്ങളിലൊക്കെ നല്ല രീതിയിൽ മഴ ലഭിക്കുന്നതിന് കാരണമാവുന്നത്. രണ്ടാമത്തെ ശാഖയായ ബംഗാൾ ഉൾക്കടൽ ശാഖ സുന്ദരവനം ഡെൽറ്റ പോയി പശ്ചിമ ബംഗാൾ ആ ഭാഗങ്ങളിലൂടെ പോകുന്നു. അത് പിന്നെയും രണ്ടായി പിരിയുന്നു. അതിലൊന്ന് ബ്രഹ്മപുത്ര സമതലത്തിലൂടെ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലേക്ക് പോകുന്നു. മറ്റേത് ഗംഗാ സമതലത്തിലേക്ക് പ്രവേശിക്കുന്നു. ഗംഗാ സമതലത്തിലേക്ക് പ്രവേശിച്ച് നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്സിലെ, അതായത്
വെസ്റ്റ് ബംഗാൾ, ബീഹാർ, UP എന്നിങ്ങനെയുള്ള സംസ്ഥാനങ്ങളിൽ മഴ നൽകുന്നു. അപ്പോൾ ബംഗാൾ ഉൾക്കടൽ ശാഖ രണ്ടായിട്ട് പിരിയുന്നു. അതിൽ ബ്രഹ്മപുത്ര ശാഖയുമുണ്ട്, ഗംഗാ സമതലത്തിലേക്ക് പോകുന്ന ശാഖയുമുണ്ട്. ബ്രഹ്മപുത്ര സമതലത്തിലേക്ക് പോകുന്നതാണ് വടക്കു കിഴക്കൻ നോർത്ത് ഈസ്റ്റേൺ സംസ്ഥാനങ്ങളിൽ മഴ ലഭിക്കുന്നതിന് കാരണമാകുന്നു. അടുത്ത ഗംഗാ സമതലത്തിലേക്ക് പോകുന്നത് പശ്ചിമ ബംഗാൾ, ബീഹാർ, UP എന്നുള്ള ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ മഴ ലഭിക്കുന്നതിന് കാരണമാകുന്നു. മനസ്സിലായല്ലോ? ഓക്കെ. ഇനിയാണ് നമുക്ക് പഠിക്കാനുള്ള അടുത്ത ഋതുവാണ് മൺസൂണിന്റെ പിൻവാങ്ങൽ കാലം അഥവാ വടക്കു കിഴക്കൻ മൺസൂൺ കാലം എന്നും കൂടെ നമ്മൾ ഇതിനെ വിളിക്കുന്നുണ്ട്. എന്താണ് വിളിക്കുന്നത്? വടക്കു കിഴക്കൻ മൺസൂൺ കാലം. വടക്കു കിഴക്കൻ മൺസൂൺ കാലം എന്നും കൂടെ നമ്മൾ ഇതിനെ വിളിക്കുന്നുണ്ട്. മൺസൂണിന്റെ പിൻവാങ്ങൽ കാലം. ഞാൻ പറഞ്ഞു ജൂലൈ ടു സെപ്റ്റംബർ ആണ് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലം. സെപ്റ്റംബർ കഴിയുന്നതോടുകൂടെ സൂര്യൻ എങ്ങോട്ടേക്ക് പോകും? ദക്ഷിണാർദ്ധഗോളത്തിലേക്ക് പോകും. നമ്മൾ പറഞ്ഞു തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലമുള്ളത് സൂര്യൻ എവിടെയുള്ളപ്പോഴാടാ? ഉത്തരാർദ്ധഗോളത്തിലുള്ളപ്പോഴാണ്. എന്നാൽ മൺസൂണിന്റെ പിൻവാങ്ങൽ കാലം അഥവാ വടക്കു കിഴക്കൻ മൺസൂൺ കാലം ഉണ്ടാവുന്നത് സൂര്യൻ ദക്ഷിണാർദ്ധഗോളത്തിൽ ഇരിക്കുമ്പോഴാണ്. സൂര്യൻ ദക്ഷിണാർദ്ധഗോളത്തിൽ ഇരിക്കുമ്പോൾ അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്താകും? നേരെ ഓപ്പോസിറ്റ് ആകും. അതായത് എന്താ നമ്മൾ നേരത്തെ പറഞ്ഞത്? നേരത്തെ നമ്മൾ പറഞ്ഞു തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലത്തിന്റെ സമയത്ത് സൂര്യൻ ഉത്തരാർദ്ധഗോളത്തിലാണുള്ളത്. ഉത്തരാർദ്ധഗോളത്തിലാകുമ്പോൾ എന്ത് കൂടുതലാണ്? നമ്മുടെ കരപ്രദേശത്ത് ചൂട് കൂടുതലാണ്. ചൂട് കൂടുതൽ എന്ന് പറയുമ്പോൾ എന്ത് കുറവാടാ? മർദ്ദം കുറവാണ് അല്ലെ? മർദ്ദം കുറവാണ്. ഇനിയോ നമ്മുടെ സമുദ്രപ്രദേശത്ത് ചൂട് കുറവാണ് എന്ന് പറയുമ്പോൾ എന്ത് കൂടുതലാടാ? മർദ്ദം കൂടുതലാണ്. അപ്പൊ മർദ്ദം കൂടുതലുള്ള ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ ഭാഗത്ത് നിന്ന് മർദ്ദം കുറഞ്ഞിട്ടുള്ള ഇങ്ങോട്ടേക്ക് ഇന്ത്യയുടെ കരപ്രദേശങ്ങളിലേക്ക് കാറ്റ് വീശുന്നു. അതാണ് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകൾ എന്ന് നമ്മൾ പറഞ്ഞു അല്ലെ? ഇപ്പൊ നേരെ ഉൾട്ടയാവാൻ പോവുകയാണ്. കാര്യങ്ങളൊക്കെ നേരെ തിരിയാൻ പോവുകയാണ്. അതായത് ഇന്ത്യൻ മഹാസമുദ്രത്തിന് മുകളിൽ മർദ്ദം കുറയുന്നു. ഇന്ത്യൻ മഹാസമുദ്രത്തിന് മുകളിൽ മർദ്ദം കുറയുന്നു. അതായത് ഇപ്പൊ സൂര്യൻ എവിടെയുള്ളത്? സൂര്യൻ ദക്ഷിണാർദ്ധഗോളത്തിനാണുള്ളത്. അപ്പൊ ഇന്ത്യയുടെ കരപ്രദേശങ്ങളിൽ ചൂട് എന്തായിരിക്കും? ഇന്ത്യയുടെ കരപ്രദേശങ്ങളിൽ ചൂട് കുറവായിരിക്കും. ചൂട് കുറവ് എന്ന് പറയുമ്പോൾ എന്ത് കൂടുതലാടാ? മർദ്ദം കൂടുതലാണ്. ഇവിടെ മർദ്ദം കൂടുതലാണ്. അപ്പൊ ഇവിടെ നിന്ന് എങ്ങോട്ടേക്കോ കാറ്റ് വീശുന്നുണ്ട്. മർദ്ദം കുറവുള്ള എങ്ങോട്ടോ വീശുന്നുണ്ട് അല്ലേ? അതെ. അപ്പോൾ ഈ സമുദ്ര മേഖലകളിൽ ഈ സൂര്യൻ ദക്ഷിണാർദ്ധഗോളത്തിലായിരിക്കുമ്പോൾ ചൂട് കൂടുതലും, അതായത് കരയെ അപേക്ഷിച്ച് ചൂട് കൂടുതലും മർദ്ദം കുറവുമാണ്. അപ്പൊ എവിടുന്ന് എങ്ങോട്ടേക്ക് കാറ്റ് വീശും? എവിടുന്ന് വീശും? അതായത് ഇന്ത്യയുടെ വടക്കു പ്രദേശങ്ങളിൽ നിന്നും, ഇന്ത്യയുടെ മർദ്ദം കൂടിയ വടക്കു പ്രദേശങ്ങളിൽ നിന്നും ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് കാറ്റ് വീശുന്നു. ഇതാണ് വടക്കു കിഴക്കൻ മൺസൂൺ കാലത്തിന് കാരണമായിട്ടുള്ള കാറ്റുകൾ. ഈ കാറ്റുകൾ ഭയങ്കര ഡ്രൈ ആയിട്ടുള്ള കാറ്റാണ്. ഈ കാറ്റുകൾ എന്താണ്? ഭയങ്കര വരണ്ട കാറ്റുകളാണ്. ഈ കാറ്റുകൾ ഈർപ്പമില്ലാത്ത വരണ്ട കാറ്റുകളാണ്. അതുകൊണ്ട് തന്നെ ഈ കാറ്റുകൾ പ്രധാനമായും ഇന്ത്യയിൽ മഴയൊന്നും ഉണ്ടാക്കുന്നില്ല. വടക്കു കിഴക്കൻ മൺസൂൺ കാലം എന്ന് ഇതിനെ നമ്മൾ വിശേഷിപ്പിക്കുന്നു. വാസ്തവത്തിൽ ഇത് ഒരു ശക്തമായ ഒരു മഴക്കാലം ഇന്ത്യക്ക് തരുന്നില്ല എന്നുണ്ടെങ്കിലും ഇത് മഴക്കാലത്തിനും, അതായത് മൺസൂണിനും മഴക്കാലത്തിനും ശൈത്യകാലത്തിനും ഇടയിലുള്ള ഒരു ഇടവേളയാണ് ഈ വടക്കു കിഴക്കൻ മൺസൂൺ കാലം എന്ന് വിളിക്കുന്നത്. ഇത് ഒക്ടോബർ നവംബർ മാസങ്ങളിലാണ് ഇത് സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു ഇത് ഈർപ്പരഹിതമാണ്, വരണ്ട കാറ്റാണ്. അതുകൊണ്ട് ഇന്ത്യയിൽ ഒരുമാതിരി ഒരു വൃത്തികെട്ട കാലാവസ്ഥയായിരിക്കും. ഭയങ്കര ചൂടും ഒക്കെ ഉള്ള പകലായിരിക്കും ഇന്ത്യയിൽ ഈ സമയത്ത് ഉണ്ടാവുക. അതുകൊണ്ട് ഇതിനെ നമ്മൾ വിളിക്കും ഒക്ടോബർ ചൂട് അഥവാ ഒക്ടോബർ ഹീറ്റ് എന്ന് നമ്മൾ വിളിക്കും. ഏതിനെയാണ് വിളിക്കുന്നത്? വടക്കു കിഴക്കൻ മൺസൂൺ കാറ്റുകളെ നമ്മൾ വിളിക്കും ഒക്ടോബർ ചൂട്. ആ കാറ്റിനെയല്ല, ആ കാറ്റ് കൊണ്ടുണ്ടാവുന്ന ഇന്ത്യയിൽ ഉണ്ടാവുന്ന ആ ഒരു സുഖകരമല്ലാത്ത കാലാവസ്ഥയെ നമ്മൾ വിളിക്കും ഒക്ടോബർ ചൂട്. ഒക്ടോബർ ചൂട്, ഒക്ടോബർ ഹീറ്റ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാ? അത് വടക്കു കിഴക്കൻ മൺസൂൺ കാറ്റ് അല്ലെങ്കിൽ മൺസൂണിന്റെ പിൻവാങ്ങൽ കാലവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. മനസ്സിലായല്ലോ? അപ്പൊ ബംഗാൾ ഉൾക്കടലിൽ ഞാൻ പറഞ്ഞു ഇത് ന്യൂനമർദ്ദമാണുള്ളത്. ഈ ന്യൂനമർദ്ദത്തിലേക്ക് എന്ത് പോകും? നമ്മുടെ കാറ്റുകൾ അങ്ങോട്ടേക്ക് പോകുന്നു. ഏതാണ് ബംഗാൾ ഉൾക്കടലിന്റെ ശാഖ അല്ലെങ്കിൽ ആ ഭാഗം എന്ന് പറയുന്നത്? ഇതല്ലേ ബംഗാൾ ഉൾക്കടലിന്റെ ഭാഗം എന്ന് പറയുന്നത്. അപ്പൊ കാറ്റുകൾ ഇങ്ങോട്ടേക്ക് പോകുമ്പോൾ സ്വാഭാവികമായും ബംഗാൾ ഉൾക്കടലിന്റെ ഭാഗത്തുള്ള കുറച്ച് സംസ്ഥാനങ്ങൾക്ക്, അതായത് പിന്നെ തമിഴ്നാടാണ് പ്രധാനമായിട്ട് വരുന്നത്, തമിഴ്നാടിന്റെയൊക്കെ ഭാഗത്തോട്ട് കുറച്ച് മഴ ലഭിക്കും. അതാണ് ഏത്? വടക്കു കിഴക്കൻ മൺസൂൺ. അപ്പൊ തമിഴ്നാടിന്റെ പ്രധാന മഴക്കാലം എന്ന് പറയുന്നത് ഈ വടക്കു കിഴക്കൻ മൺസൂൺ കാലമാണ്. തമിഴ്നാടിന്റെ, അതായത് കോറമാണ്ടൽ തീരം എന്ന് നമ്മൾ പറയും. നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, കോറമാണ്ടൽ തീരത്ത്, പ്രത്യേകിച്ച് തമിഴ്നാടിന്റെ തീരത്ത് നല്ല മഴ ലഭിക്കുന്ന കാലമാണ് ഏത്? വടക്കു കിഴക്കൻ മൺസൂൺ കാലം. പക്ഷെ ഇന്ത്യയിൽ ടോട്ടൽ നോക്കുമ്പോൾ കാര്യമായിട്ടുള്ള മഴയൊന്നും ഈ സമയത്ത് കിട്ടുന്നുമില്ല. ഇന്ത്യയുടെ പ്രധാന മഴക്കാലം അത് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലം
തന്നെയാണ്. ഓക്കെ, കേരളത്തിന്റെയും കർണാടകത്തിന്റെയും ചില ഭാഗങ്ങളിലൊക്കെ നമുക്ക് ഈ മഴ ലഭിക്കാറുണ്ട്, പക്ഷെ കാര്യമായിട്ടൊന്നും കിട്ടാറില്ല. ഓക്കെ അല്ലേ? അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ചാപ്റ്ററിനകത്ത് പഠിക്കാൻ വേണ്ടിയിട്ടുള്ളത്. കേട്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും, ഒരുപാട് ചോദ്യങ്ങൾ വരുന്ന പാഠഭാഗമാണ്, നല്ലതുപോലെ പഠിക്കാനുള്ള പാഠഭാഗമാണ്. മടി കൂടാണ്ട് നല്ലോണം ഇത് പഠിച്ചെടുക്കുക. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ. ക്ലാസ് കേട്ട എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്കും ഷെയറും ചെയ്യുക. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.